ഇന്ന് നമ്മള് IFPHന്റെ 5ാം വാർഷികാഘോഷമാണ് നടത്തുന്നത്. ഇതിലെ അതിഥികൾ നമ്മൾ ഹോമിയോപ്പതി സ്നേഹികളും വിദ്യാർത്ഥികളും ഡോക്ടർമാരുമാണ്. ഹോമിയോപ്പതിയുടെ പിതാവായ ഡോക്ടർ സാമുവൽ ഹനുമാൻ ഹോമിയോപ്പതി കണ്ടുപിടിക്കുന്നതിന് ഇടയാക്കിയതിന് ദൈവത്തിന് നന്ദി പറഞ്ഞതുപോലെ IFPH എന്ന ഈ കൂട്ടായ്മ രൂപീകരിക്കുന്നതിനും ഇന്ന് ലോകം മുഴുവനും പടർന്നു പന്തലിക്കുന്നതിനും ഓരോ ദിവസം അറിവുകൾ പകരുന്ന സൂം വെബിനാറുകൾ ഇടതടവില്ലാതെ 1854 ദിവസമായി നടത്തുന്നതിനും സഹായിച്ച ദൈവത്തിന് ഹൃദയത്തിൻ്റെ ആഴത്തിൽ നിന്നും നന്ദി അർപ്പിക്കുകയാണ്. ഇന്ന് നമ്മളുടെ ഈ ആഘോഷവേള ഉദ്ഘാടനം ചെയ്യുന്നതിന് നമ്മളുടെ ആദരണീയനായ പ്രസിഡന്റ് ഇസ്മായിൽ സൈഡ് സാർ വന്നിട്ടുണ്ട്. സാറിനെ അതിനായി ക്ഷണിച്ചുകൊള്ളുന്നു. സാറിനെ ഹോസ്റ്റ് ആക്കാം. കേൾക്കാം സാറേ. ഇന്ന് എറണാകുളം നല്ലൊരു മീറ്റിംഗ് ആയിരുന്നല്ലോ. എറണാകുളം മീറ്റിംഗ് ഗംഭീരമായിരുന്നു കേട്ടോ. നിങ്ങൾ ഉണ്ടായിരുന്നല്ലോ അല്ലേ? ഇല്ല, ഞങ്ങളില്ലായിരുന്നു. ഞാനല്ലേ? ഓക്കെ ഓക്കെ. അല്ല, പലരും ഇവിടെ കണ്ടു. ഞാൻ പല ആളുകളെയും കണ്ടിരുന്നു, ഒന്ന് പരിചയപ്പെടുന്ന പോലെയാണ് വന്നിട്ട് കേട്ടോ. നമ്മള് ഒരു ഇടവേള ഇല്ലാതെ ഒരു ദിവസം പോലും മുടങ്ങാതെ നമ്മുടെ വെബിനാർ നടന്നുകൊണ്ടിരിക്കുകയാണല്ലോ. കഴിഞ്ഞ 5 വർഷമായിട്ട് എല്ലാ ദിവസവും മലയാള സെക്ഷനും ഹിന്ദി സെക്ഷൻ, ഇംഗ്ലീഷ് സെക്ഷൻ, മലയാള സെക്ഷൻ 3 സെക്ഷനായിട്ട് വേണ്ടിക്കൊണ്ടിരിക്കുകയാണ്. പിന്നെ കാര്യങ്ങൾ മുക്തകണ്ഠമായിട്ട് പലപ്പോഴും പറഞ്ഞു പോയി. എല്ലാവരും പ്രശംസിച്ചു. ഉമ്മൻചാണ്ടിയുടെ മകൻ ചാണ്ടി ഉമ്മ വന്നിരുന്നു. അദ്ദേഹം അത് പ്രത്യേകം എടുത്ത് പറഞ്ഞു. അദ്ദേഹം ആരും അത് ശരിയായ രീതിയിലുള്ള വിവരം കൊടുത്തിട്ടുണ്ടായിരുന്നു. അദ്ദേഹം പറഞ്ഞു കാര്യങ്ങളൊക്കെ. നമ്മൾ ഒരു പ്ലസ് പോയിന്റിൽ നിൽക്കുകയാണ് ഇപ്പോഴും. ഈ പ്ലസ് പോയിന്റിൽ നിന്നിട്ട് കാര്യമില്ല. നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ വളരെ വ്യക്തമായിട്ട് ചെയ്താൽ മാത്രമേ നമുക്ക് അതിനകത്ത് ഫലം കിട്ടുകയുള്ളൂ. അല്ലേ? സ്റ്റുഡൻസിനെ എഡ്യൂക്കേറ്റ് ചെയ്യുക, ഡോക്ടർമാരെ എഡ്യൂക്കേറ്റ് ചെയ്യുക, നമ്മൾ സ്വയം എഡ്യൂക്കേഷൻ പ്രാവർത്തികമാകുക, നമ്മൾ സ്വയം അറിവുകൾ നേടുക, ഇതൊക്കെ ആയിട്ട് ചെയ്തിട്ടാണ് നമ്മൾ ചെയ്യേണ്ടത് കേട്ടോ. അപ്പോൾ ഞാനിപ്പോൾ ഈ വെബിനാർ ഉദ്ഘാടനം ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ ഇവിടെ നിന്ന് പറയും കേട്ടോ. ഞാനിപ്പോൾ ആലപ്പുഴയിൽ ഇരിക്കുകയാണ്. എന്റെ ജ്യേഷ്ഠന് സുഖമില്ലാതൊക്കെയാണ്. അപ്പൊ അങ്ങനെ കാണാൻ വേണ്ടി വന്നതാണ്. കാലൊക്കെ ക്യാങ്കിനായിട്ട് ഇരിക്കുകയാണ് പുള്ളി. എല്ലാവരുടെ അവസ്ഥയിലാണ് പുള്ളി. അവന് കാണാൻ പറ്റില്ല. അപ്പൊ ഞാൻ എന്റെ എല്ലാവിധ ആശംസ വെച്ചിട്ടും ദൈവാനുഗ്രഹം കൊണ്ടും ഞാൻ ഈ ഇന്നത്തെ വെബിനാർ ഉദ്ഘാടനം മലയാള സെക്ഷൻ ചെയ്യുകയാണ്. അതിൽ പങ്കുവഹിക്കണമെന്ന് ആഗ്രഹിക്കുന്നു. ഞാൻ കഴിയുന്നത് കുറച്ചും കൂടി ഇരുന്നിട്ട് ഞാൻ അവിടെ നിന്ന് പോവും. ഞാൻ വഴിയിൽ നിന്ന് കേട്ടോളാം, വഴിയിൽ നിന്ന് കാറിൽ വെച്ചോളാം. കുറച്ചു നേരം ഇവിടെ ഞാൻ ചെലവഴിക്കേണ്ടല്ലോ, 5-10 മിനിറ്റ്. അത് കാറിനോട് കേട്ട് ഞാൻ വെച്ചോളാം, കേട്ടോളാം കേട്ടോ. അപ്പൊ എല്ലാവിധ മംഗളം നേരുന്നു. എല്ലാവർക്കും ആശംസകൾ അർപ്പിക്കുന്നു. ഉദ്ഘാടനം ചെയ്തിട്ട് ഞാൻ പ്രഖ്യാപിക്കുന്നു. നമസ്കാരം. നന്ദി സാറേ. ഇത്രയും രാവിലെ മുതൽ ക്ഷീണിതനായിട്ടിരിക്കുന്ന അവസ്ഥയിലാണെങ്കിലും സാറ് ഞങ്ങളോടൊപ്പം വരികയും ഈ ഒരു ചടങ്ങ് ഉദ്ഘാടനം ചെയ്യുകയും ചെയ്തതിൽ പ്രത്യേകം സാറിന് നന്ദി അറിയിക്കുകയാണ്. ഇനിയിപ്പം നമ്മളുടെ ആഘോഷ പരിപാടികൾ നമുക്ക് തുടങ്ങാം. എല്ലാവരും സാറ് പറഞ്ഞതുപോലെ ഇന്ന് വളരെ ഭംഗിയായ ഒരു ചടങ്ങാണ് നമുക്ക് ഇന്ന് നടന്നത്. ഇന്റർനാഷണൽ ഫോറം ഫോർ പ്രൊമോട്ടിംഗ് ഹോമിയോപ്പതി ഇന്ന് 5th ഇയർ ആനിവേഴ്സറി വളരെയധികം പ്രൗഢഗംഭീരമായി ആർമിക്കാറ്റ് 200 അറേന എന്ന പേരിൽ എറണാകുളം താജ് വിവാന്തയിൽ വെച്ച് നടത്തപ്പെടുകയുണ്ടായി. ഹോമിയോപ്പതിയുടെ ചരിത്രത്തിലെ തന്നെ ഒരു നാഴികക്കല്ലായി ഇന്നത്തെ ദിവസം മാറിയിരിക്കുകയാണ്. ഇന്റർനാഷണൽ ഫോറം എന്ന പേര് അർത്ഥവത്തായ ഒരു ദിവസം കൂടിയാണിത്. വിദേശത്തു നിന്നും വടക്കേ ഇന്ത്യയിൽ നിന്നും ദൈവത്തിന്റെ സ്വന്തം നാടായ നമ്മുടെ ഈ കൊച്ചു കേരളത്തിൽ നിന്നും IFPHനെ സ്നേഹിക്കുന്ന ഡോക്ടർമാരും ഹോമിയോപ്പതി സ്നേഹികളും വിദ്യാർത്ഥികളും ഒന്നിച്ചു ചേർന്ന്
ഒരു ചരിത്ര നിമിഷമാണ് ഇന്ന് നടന്നത്. അതുപോലെ തന്നെ ആഗ്രഹിച്ചിട്ടും വിവിധ കാരണങ്ങളാൽ പങ്കെടുക്കാൻ സാധിക്കാതിരുന്ന IFPH കുടുംബാംഗങ്ങളുടെ പ്രാർത്ഥനയും ഈ ചടങ്ങ് വളരെയധികം ഭംഗിയായി നടക്കുവാൻ സഹായകരമായിട്ടുണ്ട്. ഇങ്ങനെ ഈ ഒരു ചടങ്ങിന് നമുക്ക് പോകാൻ സാധിക്കാത്തവർക്കും നമുക്കൊന്ന് ആഘോഷിക്കാം. ഇതിലും ഇന്ന് പങ്കെടുക്കുന്ന എല്ലാവരും, ആരും മാറി നിൽക്കേണ്ട, നമ്മൾ പോകാത്ത എല്ലാവരും ഇന്നത്തെ ഈ ആഘോഷത്തിൽ പങ്കെടുക്കണം. പാട്ട് പാടാവുന്ന പാട്ട് പാടണം. അതുപോലെ തന്നെ IFPH കൊണ്ട് ഓരോരുത്തർക്കും ലഭിച്ച എന്തൊക്കെയാണെന്ന് പറയുകയും ഈ ആശംസകൾ അർപ്പിക്കുകയും ചെയ്യാം. ഇതിനായി നമ്മളുടെ ശ്രീധരക്കുറുപ്പ് സാറിനെ ആദ്യമായി ക്ഷണിച്ചുകൊള്ളുകയാണ്. ഉച്ചാരണ വിളിച്ചു കൊടുക്കണ്ട, 22 ആളുകളേ ഉള്ളൂ. ഞാൻ ഇവിടെ 22 പേരേ ഉള്ളൂ. എല്ലാരും ഞാനും ഡോക്ടർ ഉപയോഗിച്ച 22 പേര്. ഇനിയും വരും സാർ, വിളിച്ചു കൂട്ടി കേട്ടോ. പറഞ്ഞാൽ മതി. ഇനിയും വരും ഓരോരുത്തരെ. ശ്രീധരക്കുറുപ്പ് സാർ വീണ്ടും ഔട്ടായി പോയെന്ന് തോന്നുന്നു. നമുക്ക് അബ്ദുൽ സലാം സാറിനെ ക്ഷണിക്കാം. അബ്ദുൽ സലാം സാറ് നമസ്കാരം. നമ്മുടെ ഇന്നത്തെ വലിയൊരു പരിപാടി കഴിഞ്ഞ് സേഠ് സാറ് ക്ഷീണിച്ചൊക്കെ വന്നിട്ടുണ്ടെങ്കിലും സാറ് ഇതിൽ എത്തിയതിൽ വളരെ സന്തോഷം. എത്രയോ ആളുകൾ പങ്കെടുത്ത ഫോട്ടോസ് കണ്ടു. പേഴ്സണലായിട്ടൊക്കെ എല്ലാവരും അയച്ചു തന്നു, വിദേശികളൊക്കെ ആയിട്ട് അയച്ചു തന്നു. വളരെ സന്തോഷമുണ്ട് ഫോട്ടോ കണ്ടപ്പോഴും. എല്ലാവരും വളരെ ഹാപ്പിയാണ്, പങ്കെടുത്തവരൊക്കെ പാർട്ടിസിപ്പേറ്റ് ചെയ്തവരും അതിലെ ഗസ്റ്റുകളൊക്കെ വളരെ ഹാപ്പി ആയിട്ട് അവരൊക്കെ വിവരങ്ങൾ അറിയിച്ചിട്ടുണ്ട്. ആ വിവരം കൂടി നിങ്ങളെല്ലാവരും സന്തോഷം അറിയിക്കുകയാണ്. വളരെ നല്ല പരിപാടിയായിരുന്നു പറഞ്ഞു. പിന്നെ അതിൽ അഭിപ്രായം പറഞ്ഞത് ഇനിയും പാർട്ടിസിപ്പേഷൻ കൂടേണ്ടിയിരുന്നു എന്ന് പറഞ്ഞു. പാർട്ടിസിപ്പേഷൻ കുറവുണ്ട്. ഇനി സെമിനാർ വെക്കുമ്പോഴേ ഇതുപോലെ ആണ്ടലുള്ള സെമിനാർ വെക്കുമ്പോഴേ ഒരു 2 ദിവസം വെക്കുക. 2 ദിവസം വെച്ച് കഴിഞ്ഞാൽ എല്ലാവർക്കും കുറച്ചുകൂടി പ്രാധാന്യം കിട്ടും. ഇപ്പൊ ഒരു ദിവസം ആയതുകൊണ്ട് ഇത്രയും ബുദ്ധിമുട്ടി ഒരു ദിവസത്തേക്ക് എന്തിനു പോകണം എന്നൊരു ധാരണ ഉണ്ടാകും പലർക്കും. 2 ദിവസം ആകുമ്പോൾ അവർക്കും റിലാക്സ് ചെയ്യാനുള്ള സമയം കിട്ടും. അപ്പൊ അടുത്ത പ്രാവശ്യം മുതൽ 2 ദിവസം ആക്കാൻ വേണ്ടിയുള്ള നിർദ്ദേശം ഞാൻ പറഞ്ഞിട്ടുണ്ട്. മിക്കവാറും അത് അംഗീകരിക്കപ്പെടുമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. പിന്നെ പ്രോഗ്രാംസ് ഒക്കെ ഒന്നുകൂടി കൂട്ടണം, നന്നാക്കി ഒന്നുകൂടി അറേഞ്ച് ചെയ്തിട്ട് വരണം എന്ന് കൂടി പറഞ്ഞിട്ടുണ്ടായിരുന്നു അവര്. ഓക്കെ, ഏതായാലും വളരെ സന്തോഷം. നമ്മുടെ ഈ 5ാം വർഷത്തെ ആഘോഷം, ഈ ആഘോഷത്തില് എനിക്കൊന്നും പോകാൻ പറ്റാത്ത അവസ്ഥയിലാണെന്ന് അറിയാലോ. അതുകൊണ്ട് പോകാനും പറ്റിയിട്ടില്ല. പിന്നെ ഇവിടെ വിദേശത്തും കൂടി ആയതുകൊണ്ട് ഏതായാലും വളരെ സന്തോഷമുണ്ട്. നമ്മളൊക്കെ എല്ലാവരും ഈ പ്ലാറ്റ്ഫോമിൽ ഒരുമിച്ച് കൂടുകയും എത്രയോ വർഷങ്ങളായിട്ട് ഒരു ദിവസം എത്ര സുഖമില്ലെങ്കിലും കണ്ടില്ലെങ്കിലും പ്രയാസമാണ്. നമ്മളൊക്കെ ഇത്രയും കാലം ഒരു കുടുംബങ്ങളായിട്ട് IFPH കുടുംബം കഴിയുമ്പോൾ ഇതിലപ്പുറം വലിയ സന്തോഷമൊന്നുമില്ല. നമ്മൾ അറിവ് നേടുക അതല്ലെങ്കിൽ എന്നുള്ളതൊന്നുമല്ല. ഏറ്റവും ചുരുങ്ങിയത് എല്ലാവരും ഒന്ന് മുഖം കാണിച്ചെങ്കിലും ഇതിലെല്ലാ മെമ്പർമാരും ഡോക്ടേഴ്സും ഒക്കെ ഒന്ന് എത്ര സമയമില്ലെങ്കിലും ഒന്ന് കയറി പോവുക നമ്മുടെ ഈ വെബില്. എപ്പോഴും നല്ലതാണ്. പിന്നെ ഈ വീഡിയോ ഒക്കെ സാറിന് പറയുമ്പോൾ തന്നെ എല്ലാവരും എടുത്തു കാണുകയും ഒക്കെ ചെയ്യാം. ഏതായാലും വളരെ സന്തോഷമുണ്ട്. ഇതിനെല്ലാ ആശംസകളും നേരുന്നു. താങ്ക്സ്. നന്ദി അബ്ദുൽ കലാം സാറേ. നമ്മുടെ ശ്രീധരക്കുറുപ്പ് സാർ വന്നിട്ടുണ്ട്. ശ്രീധരക്കുറുപ്പ് സാറ് അൺമ്യൂട്ട് ചെയ്ത്. കേക്കാം. സാറിന് നെറ്റ് ഇല്ല, കണക്ഷൻ പോയതാ. റേഞ്ച് കുറവാ. കേക്കാവോ? കേക്കാം സാർ, കേക്കാം. ഇവിടെ മഴ പെയ്തുകൊണ്ടിരിക്കുക, അതുകൊണ്ട് റേഞ്ച് ഇടയ്ക്കിടയ്ക്ക് പോവുകയും വരിക. അതുകൊണ്ട് ഞാൻ ഇംഗ്ലീഷ് സെക്ഷന് കയറാനിരുന്ന എല്ലാം റെഡി ആയിട്ടിരുന്ന. പക്ഷേ ഒന്നും പ്രിയപ്പെട്ട IFPHന്റെ സുഹൃത്തുക്കളെ, ഹോമിയോ വൈദ്യശാസ്ത്രത്തിന്റെ മഹിമകൾ പ്രചരിപ്പിച്ചുകൊണ്ടും വിവിധ ആരോഗ്യ പ്രശ്നങ്ങൾ ഹോമിയോപ്പതിയുടെ പ്രതിവിധികൾ നിർദ്ദേശിച്ചുകൊണ്ടും IFPH എല്ലാ ദിവസവും രാത്രി 7:30 മുതൽ 10:30 വരെ നടക്കുന്ന 3 സെക്ഷനിലുണ്ട്. അത് ഞാൻ ഇതിന്റെ ആദ്യകാലം തൊട്ട് എല്ലാ ക്ലാസ്സുകളിലും അറ്റൻഡ് ചെയ്യുകയും മുഖാലും എല്ലാം അറ്റൻഡ് ചെയ്യായിരുന്നു. ഇപ്പം ഇച്ചിരി കുറച്ച് ആരോഗ്യ പ്രശ്നമാണ്. എങ്കിലും ഞാൻ അതിന്റെ തുടക്കം മുതലുണ്ട്. പക്ഷെ അതിന്റെ വളർച്ച അഭൂതപൂർവമായി, അതായത് ആദ്യം മലയാളത്തിൽ തുടങ്ങി, പിന്നെ ഇംഗ്ലീഷിലായി, പിന്നെ
ഹിന്ദിയിലായി. അങ്ങനെ അത് വളർന്ന് ഇപ്പം ഇന്റർനാഷണൽ തന്നെയായി. കുറച്ച് അതിന്റെ 5ാം വാർഷികത്തിൽ ഇത്രയും വിപുലമായിട്ട് നടത്തിയ ഇതിന്റെ ഭാരവാഹികളെയും അതിന്റെ പ്രസിഡന്റ്, സെക്രട്ടറി, ബാക്കിയുള്ള എല്ലാവരെയും ഞാൻ ഈ നിമിഷത്തിൽ അഭിനന്ദിക്കുന്നു. അതുപോലെ ഇനിയും ഇതുപോലെയുള്ള എല്ലാ വർഷവും ഇതുപോലെ നമുക്ക് എല്ലാ വർഷവും ആഘോഷിക്കാനും അതുപോലെ ഇത് കുറച്ചുകൂടെ വിപുലമാക്കാനും എല്ലാവിധ സഹായങ്ങളും എല്ലാവരിൽ നിന്നും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാവർക്കും നന്ദി, നമസ്കാരം. നമുക്കിത് നിർത്താതെ ഇതുപോലെ തന്നെ നിർത്താതെ കണ്ടിന്യൂസ് ആയിട്ട് എത്ര നടത്താവോ അതിനെ അത്രയും കൂടുതൽ ഭാഷകളിലും നടത്തി ഇത് വിജയിപ്പിക്കണം എന്ന് വീണ്ടും പറഞ്ഞുകൊണ്ട് ഇതിന്റെ എല്ലാ ഓർഗനൈസേഷനും എന്നെ ഇതിലോട്ട് വിളിച്ച് എല്ലാവർക്കും നന്ദി പ്രകാശിപ്പിച്ചുകൊണ്ടും ഇതിന്റെ ഓർഗനൈസേഷനും മോഡറേറ്റേഴ്സിനും അതുപോലെ ഇതിൽ പങ്കെടുക്കുന്ന എല്ലാവർക്കും നന്ദി, മംഗളാശംസകൾ. താങ്ക് യു വൺ ആൻഡ് ഓൾ. എല്ലാവർക്കും നന്ദി, നമസ്കാരം. ഇനി പലരും പറയാനുള്ളത് കൊണ്ട് ഞാൻ ചുരുക്കുക. കാരണം ഇതുപോലെ ആൾക്കാരെ ഇവിടെ കാണുന്നു. ഓക്കെ, നന്ദി സാറേ. ഇനി നമ്മളുടെ IFH ആരംഭിച്ചപ്പോൾ മുതൽ നമ്മളോട് കൂടെ ഉണ്ടായിരുന്ന നമ്മളുടെ ഹോമിയോപ്പതി സ്നേഹി കൂടിയായ വേലപ്പൻ പിള്ള സാറ് വന്നിട്ടുണ്ട്. സാറ് സംസാരിക്കണേ, അൺമ്യൂട്ട് ചെയ്യാം. വേലപ്പൻ പിള്ള സാറേ. അതിന്റെ അടുത്ത ആളെ പിന്നെ വിളിക്കാം. കേറുമ്പോ അൺമ്യൂട്ട് ആക്കിയിട്ടായിരിക്കും. അല്ല, അൺമ്യൂട്ട് ആക്കിയിട്ടുണ്ട്. അല്ല, ആക്കിയിട്ടുണ്ടെങ്കിലും പുള്ളിക്ക് കയറാൻ പറ്റുന്നില്ല. പുള്ളി അറിയുന്നില്ലായിരിക്കും. അറിയണ്ടേ? അവിടെ പുള്ളി അറിയണ്ടേ? ഞാൻ പുള്ളി അൺമ്യൂട്ടഡ് ആയിരിക്കും. അത് എന്നെ ഹോസ്റ്റ് ആക്ക. അതെ അതെ. വേലപ്പൻ പിള്ള സാറേ, സാറ് സംസാരിക്കാം. മ്യൂട്ട് ചെയ്തിട്ടുണ്ട്, പക്ഷെ പറ്റുന്നില്ല എന്ന് തോന്നുന്നു. പുള്ളിക്ക് അവിടെ പറ്റാതെ വരും. ചിലപ്പം റേഞ്ച് കാണുകയില്ല. അങ്ങനെ വന്നാലും പറ്റി. എനിക്കതാ പറ്റിയത്. സമയമായപ്പോ കയറാൻ പറ്റിയില്ല. പിന്നെ ഞാൻ ഇനി നമുക്ക് അനേകം ക്ലാസ്സുകൾ എടുക്കുന്ന മഷൂദ് ഡോക്ടറെ ക്ഷണിക്കുകയാണ്. മഷൂദ് ഡോക്ടറെ അൺമ്യൂട്ട് ചെയ്യാവോ? ഹലോ, കേക്കാം. എന്നെ ഇപ്പോൾ എനിക്കൊന്നും തീരെ പ്രതീക്ഷിച്ചില്ല. ഞാൻ ഇതിന്റെ ആരംഭ ദിവസത്തിൽ തന്നെ IFPH എന്ന് പറയുന്ന അപകടം എന്റെ ക്ലാസ്മേറ്റ് കൂടെ വിജയകുമാർ ആദ്യം പറയുമ്പോൾ തന്നെ അത് ഞാൻ കേട്ട ആദ്യത്തെ ദിവസം തന്നെ ഞാൻ ഇതിനകത്ത് ഇൻവോൾവ് ആയിരിക്കുകയാണ്. പിന്നെ ഈ IFPHന്റെ തുടക്കത്തിൽ ഞാൻ ഇടുക്കി ഡിസ്ട്രിക്റ്റിലായിരുന്നു. അന്ന് ഒരു കൊറോണ സെന്ററിലായിരുന്നു എന്നും എനിക്കറിയാം. അപ്പൊ ആ കൊറോണയുടെ ആരംഭത്തിൽ നിന്ന് തുടങ്ങി എന്നുള്ള ആ ഒരു കാര്യം തന്നെ നമ്മളെ സംബന്ധിച്ചിടത്തോളം പ്രധാനപ്പെട്ടതാണ്. എങ്കിലും ഇപ്പോഴും അത്തരത്തില് ഒന്ന് തുടങ്ങിയെങ്കിലും നമ്മൾ വളരെ കൂടുതൽ മുന്നോട്ട് പോയി. ഈ അവസരത്തില് എനിക്ക് ഇതിലെ ക്ലാസ് കുറച്ച് പ്രസന്റ് ചെയ്യാനൊക്കെ കഴിഞ്ഞു. എന്റെ കുറച്ച് സ്വന്തമായിട്ടുള്ള റിസർച്ച് പ്രസന്റ് ചെയ്യുന്നതിന് എനിക്ക് ഏറ്റവും കൂടുതൽ അവസരം തന്നത് ഈ ഒരു വേദിയിലൂടെയാണ് തുടക്കം എന്ന് തന്നെ എനിക്ക് പറയേണ്ടി വരുന്നു. എൻ്റെ ഒരു പുസ്തകം അതുപോലെ ഒരിക്കൽ പ്രകാശനം ചെയ്യുകയുണ്ടായി. എന്തുകൊണ്ട് IFPHനെ വളരെ കൂടുതൽ ഉള്ളിൽ കൊണ്ട് തന്നെ ഞാൻ ഓരോ ദിവസം കഴിഞ്ഞു പോകുന്നു. ഈ സമയങ്ങളിൽ നമുക്ക് എപ്പോഴും എന്നും ഉണ്ടായതുപോലെ ഇന്നത്തെ ദിവസവും ഈ സുഖം ഉണ്ടായിരിക്കുന്നു. അല്ലെങ്കിൽ ഉണ്ടായത് തന്നെ അതിന് പ്രത്യേകമായി ഇതിനെ നന്ദി കൂടി അർപ്പിച്ചുകൊണ്ട് IFPHനെ ഒന്നുകൂടി ഒരു ഹാർദവമായ നന്ദി ഇനിയും തുടരണം എന്നുള്ള ഇതിൽ തന്നെ പറഞ്ഞുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. നമസ്കാരം. നന്ദി മഷൂദ് ഡോക്ടറെ. നമ്മുടെ വേലപ്പൻ പിള്ള സാറ് വന്നിട്ടുണ്ട്. സാറേ, വേലപ്പൻ പിള്ള സാറേ, വീഡിയോ ഓൺ ചെയ്യണേ സാറേ. വേലപ്പൻ പിള്ള സാറേ, സാറിപ്പം വന്നിട്ടുണ്ടായിരുന്നല്ലോ. ഏലിയാമ്മ ജോർജ് ഡോക്ടർ സംസാരിക്കാവോ? ഏലിയാമ്മ ജോർജ് ഡോക്ടറെ അൺമ്യൂട്ട് ചെയ്യേ. ഏലിയാമ്മ ജോർജ് ഡോക്ടർക്ക് അൺമ്യൂട്ട് ചെയ്യാം. സാറ് കേൾക്കാം സാർ, മാഡം. കേൾക്കാം. സാർ ആദ്യകാലം മുതൽ IFPHല് സജീവമായി നിന്ന് ഒരു സ്നേഹിയാണ്. സാറിന്റെ ഇന്നത്തെ ആഘോഷ പരിപാടി സാറിന്റെ വാക്കുകൾക്ക് വേണ്ടി ഞങ്ങൾ കാത്തിരിക്കുന്നു. ഓക്കെ, താങ്ക് യു. ഇന്നത്തെ ഈ
അഞ്ചാമത്തെ വർഷം നമ്മൾ തുടർച്ചയായിട്ട് നടത്തുന്ന 5ാമത്തെ വർഷത്തിലും പങ്കെടുക്കാൻ സാധിച്ചതിൽ വളരെയധികം സന്തോഷമുണ്ട്. അതുപോലെ നമ്മുടെ പഴയ സീനിയർ സ്റ്റാഫുകൾ, സീനിയർ മെമ്പേഴ്സ് ഇപ്പോഴും ആക്റ്റീവാണ്. പിന്നെ നമുക്കൊരു വിഷമമുള്ളത് നമ്മുടെ പഴയ മെമ്പേഴ്സും പുതിയ മെമ്പേഴ്സിൻ്റെ എണ്ണം വളരെ കുറഞ്ഞു പോയി. ഞാനും കുറ്റം പറയുന്നില്ല. എന്നിരുന്നാലും ഇതിങ്ങനെ കൊണ്ടു നടക്കുന്ന നമ്മുടെ ഭാരവാഹികളെ വളരെയധികം അഭിനന്ദിക്കുന്നു. നമ്മുടെ ഹോമിയോപ്പതിയുടെ ഉന്നമനത്തിന് വേണ്ടിയിട്ടും പ്രവർത്തിക്കുന്ന ഇതിൻ്റെ പിന്നിൽ അവരുടെ സമയവും എനർജിയും എല്ലാം ഇത്രയും വർഷമായിട്ട് തുടർച്ചയായിട്ട് ഐഎഫ്എസിന്റെ ഉന്നമനത്തിന് വേണ്ടിയിട്ടും പ്രയത്നിക്കുന്ന എല്ലാവർക്കും വളരെയധികം കൃതജ്ഞത പറഞ്ഞുകൊള്ളുന്നു. ഐഎഫ്എസിന്റെ ഉന്നമനത്തിന് വേണ്ടിയിട്ട് ഇനിയും പ്രയത്നിക്കണമെന്നും എല്ലാവരെയും, അതുപോലെ നമ്മുടെ ജൂനിയർ സ്റ്റാഫ്, ജൂനിയർ മെമ്പേഴ്സ്, ജൂനിയർ ഡോക്ടർമാരെ എല്ലാം നമ്മുടെ ഈ ഐഎഫ്എസിലെ ഈ പ്ലാറ്റ്ഫോമിൽ കൊണ്ടുവരണമെന്നും ഒരാഗ്രഹമുണ്ട്. നമുക്കെല്ലാവർക്കും കൂടെ ഒത്തൊരുമിച്ച് ഹോമിയോപ്പതിയുടെ ഉന്നമനത്തിന് വേണ്ടി പ്രയത്നിക്കാം. എല്ലാവിധ ആശംസ നേരുന്നു. നമ്മളെല്ലാവരെയും ദിവസം അനുഗ്രഹിക്കട്ടെ എന്നും എല്ലാവർക്കും ആരോഗ്യമുള്ള സമ്പദ്സമൃദ്ധി ഉണ്ടാകട്ടെ എന്നും ആശംസിച്ച് ഐഎഫ്എസിനും എൻ്റെ ഭാരവാഹികൾക്കും എല്ലാവിധ ആശംസ നേരുന്നു. താങ്ക് യു വെരി മച്ച്. നന്ദി വേലപ്പപിള്ള സാറേ. അടുത്തത് ഏലിയാമ്മ ജോർജ് ഡോക്ടർ സംസാരിക്കുന്നു. ഏലിയാമ്മ ജോർജ് ഡോക്ടർ അൺമ്യൂട്ട് ചെയ്തേര്. ഏലിയാമ്മ ജോർജ് ഡോക്ടറെ. ഏലിയാമ്മ ജോർജ് ഡോക്ടറെ ഇപ്പൊ അൺമ്യൂട്ട് ആയതായിരുന്നല്ലോ. വേലപ്പപിള്ള സാറിനെ ഒന്ന് മ്യൂട്ട് ചെയ്യണേ. സംസാരം ഡോക്ടർ മോഹൻ ബാബു. ഡോക്ടർ മോഹൻ ബാബു അൺമ്യൂട്ട് ചെയ്യണേ. അൺമ്യൂട്ട് ചെയ്ത് ആശംസകൾ അർപ്പിക്കണേ. ഹലോ, കേൾക്കാമോ? കേൾക്കാം. ഞാനും മീറ്റിംഗ് അറ്റൻഡ് ചെയ്തിരുന്നു. വളരെ നല്ല പരിപാടികൾ, ഇതുപോലുള്ള പരിപാടികൾ ഇടയ്ക്കിടയ്ക്ക് ഉണ്ടാവണം. ഡോക്ടർ പോയില്ലേ? അത് നല്ല പരിപാടികൾ. ഡോക്ടറുടെ ഇതിലാണെന്ന് തോന്നുന്നു. ശങ്കരനാരായണൻ ഡോക്ടർ. ശങ്കരനാരായണൻ ഡോക്ടർ. ഞാനിന്ന് പരിപാടിയിൽ പങ്കെടുത്തിരുന്നു. വളരെ നല്ല പ്രോഗ്രാം ആയിരുന്നു. ഞങ്ങള് ഫാമിലി എല്ലാവരും, ഞാനും വൈഫും മോനും എല്ലാവരും പോയിരുന്നു. വളരെ സന്തോഷം ഡോക്ടറെ. എന്റെ സുഹൃത്തുക്കളെ പലരെയും കാണാനും പറ്റി. നന്ദി. കുറച്ചും കൂടെ ഡോക്ടർക്ക് വിശദമായിട്ട് പറയാമോ ഇന്നത്തെ കാര്യങ്ങള്? ഞാൻ രാവിലെ തുടങ്ങിയിട്ട് കഴിയുന്നവരെ നിന്നിട്ടാ പോകുന്നത്. കൾച്ചറൽ പ്രോഗ്രാം എല്ലാം കഴിഞ്ഞിട്ടാണോ ഡോക്ടർ പോകുന്നത്? എല്ലാം കഴിഞ്ഞിട്ടാ പോകുന്നത്. എത്ര മണിയായപ്പം തീർന്നെല്ലാം? 4 മണി 4:30 ആയപ്പോ തീർന്നു. ഡോക്ടർ എവിടുന്ന സ്ഥലം? ഡോക്ടറുടെ സ്ഥലം എവിടെ? എന്റെ മൂവാറ്റുപുഴയാണ്. അല്ല, കുടുംബമായിട്ട് ചെങ്ങര എന്ന് പറയുന്ന സ്ഥലത്താണ് ഞാൻ പ്രാക്ടീസ് ചെയ്യണത്. ഞാൻ ദേവരാജിന്റെ ഒക്കെ ക്ലാസ്മേറ്റാ. 83 ബാച്ച്.
40 വർഷമായി ഫീൽഡിലായിട്ട്. വൈഫ് ആതിരാശ്രമത്തിലാണ് പഠിച്ചത്, മോൻ ശാരദാകൃഷ്ണയിലാണ് പഠിച്ചത്. ആ. ഞങ്ങള് മോനും ഫാമിലി ഹോമിയോപ്പതിക് ഡോക്ടേഴ്സ് ആണ്. ആ, സന്തോഷം ഡോക്ടറെ. എല്ലാവരും തന്നെ പങ്കെടുത്തു അല്ലേ? എല്ലാവരും പങ്കെടുത്തായിരുന്നു. നന്ദി ഡോക്ടറെ. ഇനി ഭാസി ഡോക്ടർ സംസാരിക്കാവോ? ഭാസി ഡോക്ടറെ. ഭാസി ഡോക്ടറെ അഡ്മിറ്റ് ചെയ്യാമേ. ഭാസി ഡോക്ടറെ അഡ്മിറ്റ് ചെയ്യാമേ. സുബൈദ സലാം ഡോക്ടറെ ആശംസ അർപ്പിക്കാനായിട്ട് ക്ഷണിക്കുകയാണ്. സുബൈദ സലാം ഡോക്ടറെ അൺമ്യൂട്ട് ചെയ്യാവേ. അതുപോലെ ആരെങ്കിലും എന്തെങ്കിലും കലാപരിപാടികളായിട്ട് അവതരിപ്പിക്കാമെങ്കിലും ഒന്ന് ഹാൻഡ് റൈസ് ചെയ്യണം. ആർക്കെങ്കിലും എന്തെങ്കിലും സംസാരിക്കാനുണ്ടെങ്കിൽ ഒന്ന് ഹാൻഡ് റൈസ് ചെയ്യണേ. നമ്മള് ഇത്രയും 5 വർഷമായിട്ട് ഇതിൽ പങ്കെടുക്കുന്ന ഡോക്ടർമാരാണ് ഇതിൽ ഇന്ന് ഇപ്പോഴും വന്നിരിക്കുന്നത്. എന്നും തന്നെ കാണുന്ന മുഖങ്ങൾ തന്നെയാണ് ഇന്ന് വന്നിരിക്കുന്ന മുഖങ്ങൾ. കണ്ടിട്ടില്ലെങ്കിലും നമുക്ക് പേരുകൊണ്ടറിയാം. അതുകൊണ്ട് ആരും മിണ്ടാതെ ഇരിക്കരുത്. അത്രയും താല്പര്യത്തോടു കൂടി മാത്രമാണല്ലോ ഇതിൽ പങ്കെടുക്കുന്നത്. അതുകൊണ്ട് IFPH വേണ്ടി IFPH 5ാം വർഷം ആഘോഷിക്കുന്ന ഈ സമയത്ത് എന്തെങ്കിലും ഒരു വാക്ക് ഓരോരുത്തരും ഈ ആശംസയായിട്ട് നൽകണമെന്ന് അപേക്ഷിക്കുകയാണ്. സ്വയമായി ഒന്ന് ഹാൻഡ് റൈസ് ചെയ്യാമെങ്കിൽ അൺമ്യൂട്ട് ചെയ്യാം. ഡോക്ടർ വന്നിട്ടുണ്ട്. ഡോക്ടർ ഇന്ന് പങ്കെടുത്ത ഒരു ഡോക്ടറാണ്. ഡോക്ടറെ ഒന്ന് പറയണേ കാര്യങ്ങളെല്ലാം. ഡോക്ടറെ, എനിക്കും പങ്കെടുക്കാൻ പറ്റി. ഞാൻ രാവിലെ 8 മണിക്ക് തന്നെ ചെന്നു. വൈകുന്നേരം പക്ഷെ ഒരു അരമണിക്കൂർ മുമ്പ് ഞാൻ ഇറങ്ങി പോകുന്നുണ്ട്. പക്ഷെ നല്ല പ്രോഗ്രാംസ് ആയിരുന്നു. എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു. എല്ലാവരെയൊക്കെ ഒന്ന് കാണാൻ പറ്റി. നമ്മുടെ സൂമിൽ സ്ഥിരം വന്ന് ക്ലാസ് എടുക്കുന്നവരെയൊക്കെ നേരിട്ട് കാണാൻ പറ്റിയതിൽ വലിയ സന്തോഷമുണ്ട്. പിന്നെ എനിക്ക് ചെറിയൊരു അഭിപ്രായമുണ്ട്. ഇപ്പം നമ്മളതിനകത്ത് ഒരു വെറ്റിനറിയും ഡെന്റലും അഗ്രോ ഹോമിയോപ്പതിയും അവിടെ ക്ലാസ് ചെറുതായിട്ടൊന്ന് എടുത്തു. അപ്പൊ അതൊന്ന് പ്രത്യേകം യൂട്യൂബിലാക്കി എടുത്തെങ്കിൽ നമുക്ക് ഇതൊക്കെ ഓരോ കർഷകരെയും മറ്റേ കൃഷി ഓഫീസർമാരെയും പിന്നെ ഡെന്റിസ്റ്റുകളിലും ഒക്കെ ഒന്ന് നേരിട്ട് എത്തിക്കാൻ പറ്റുമായിരുന്നു. അത് ഇച്ചിരിയും കൂടെ നമുക്ക് പബ്ലിസിറ്റി കിട്ടും. അല്ലാണ്ട് നമ്മൾ ഹോമിയോപ്പതിക്കാർ ഇത് അറിഞ്ഞുകൊണ്ട് പ്രത്യേകിച്ച് കാര്യമില്ല. അത് അങ്ങനെയുള്ളവരല്ലേ അറിയേണ്ടത് ശരിക്കും. ഹലോ, ഡോക്ടറുടെ അഭിപ്രായം തീർച്ചയായിട്ടും അത് നമ്മുടെ ഭാരവാഹികളെ അറിയിക്കുന്നതാണ്. അത് എത്തിക്കുന്നതിനുള്ള നടപടികൾ സ്വീകരിക്കുന്നതുമാണ്. നമുക്കിത് യൂട്യൂബിലാക്കി കിട്ടിക്കഴിഞ്ഞാൽ അത് സെപ്പറേറ്റ് അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇങ്ങനെ പബ്ലിസിറ്റി കൊടുക്കാൻ കൂടുതൽ. ഇതിങ്ങനെയൊക്കെ ഉപയോഗിക്കുന്നുണ്ടെന്നുള്ള ഉദ്ദേശിക്കുമ്പോൾ ഡെന്റിസ്റ്റുകൾക്ക് ഒന്നും അറിയത്ത് പോലും ഉണ്ടാവില്ല. അപ്പൊ സന്തോഷ് ഡോക്ടറുടെ ഒക്കെ ക്ലാസ് അത് നേരിട്ട് എത്തിക്കാൻ പറ്റുമെങ്കിൽ, അല്ലെങ്കിൽ ഇപ്പൊ അവിടെ പറഞ്ഞതോ അല്ലെങ്കിൽ അല്ലാത്തൊരു ക്ലാസ്സോ സെപ്പറേറ്റ് അവിടെ എത്തിപ്പിക്കുകയാണെങ്കിൽ നമുക്ക് തന്നെ നമുക്കറിയാവുന്ന ഡെന്റിസ്റ്റുകളിലൊക്കെ എത്തിച്ചു കൊടുക്കാൻ പറ്റും. ഒരുപാട് പേർക്ക് അതുകൊണ്ട് പ്രയോജനം കിട്ടുകയും ചെയ്യും. ഒത്തിരി പേർക്ക്, പ്രത്യേകിച്ചും അഗ്രയുടെ ഒക്കെ നല്ല ഇതായിരുന്നു കേട്ടോ. പക്ഷെ ഹിന്ദിയിലായിരുന്നുകൊണ്ട് ഇപ്പം മലയാളികൾക്ക് അത് മനസ്സിലാവുമോ എനിക്കറിയത്തില്ല. അതൊരു മലയാളം ടൈറ്റിലും കൂടെ കൊടുത്ത് അറിയിക്കുകയാണെങ്കിൽ നല്ലതായിരുന്നു. നന്ദി ഡോക്ടറെ. ഇനി എന്തെങ്കിലും ഡോക്ടർക്ക് ഇതിന്റെ ഇടയ്ക്ക് ഓർമ്മ വരുന്നുണ്ടെങ്കിൽ വീണ്ടും വരണം. അവസാനം ഇത് കാണണേ. ഏലിയാമ്മ ഡോക്ടർക്ക് സംസാരിക്കാം. ഞാന് കേട്ടോണ്ടിരിക്കുകയായിരുന്നു. ഇതുവരെ എല്ലാവരും ഹൃദയം തുറന്ന് സംസാരിക്കുന്ന കേട്ടിരിക്കുകയായിരുന്നു. ഇത്രയും വലിയ ഒരു സംഭവത്തിന് ഞാനും ഒരു ഭാഗമായല്ലോ എന്ന് ഓർക്കുമ്പോൾ വളരെ സന്തോഷം. പിന്നെ ഇപ്പൊ പറഞ്ഞ പോലെ പുതിയ കാര്യങ്ങൾ പറയാനാണെങ്കിൽ ഒരു പരമ്പര എനിക്ക് തോന്നുന്ന ഒരഭിപ്രായമേ, നമ്മൾ ഏതെങ്കിലും ഒരു പേപ്പറിലോ വല്ലതും സ്ഥിരമായിട്ട് എഴുതുന്ന ഒരു പരമ്പര. കേൾക്കുന്നുണ്ടോ? കേൾക്കുന്നുണ്ട്.
ഒരു പരമ്പര സ്ഥലം പിടിച്ചാൽ, അതായത് IFPH എന്ന് പറഞ്ഞിട്ട് ഒരു പരമ്പര എഴുതുകയാണെങ്കിൽ നമ്മുടെ ഈ ഓരോ, അതായത് അസാധാരണമായ കേസുകളാണ് പലതും വരുന്നത്. ഓരോന്നും പ്രസന്റ് ചെയ്യാൻ ഒരു അവസരം ഉണ്ടാക്കുമായിരുന്നെങ്കിൽ നല്ലതായിരുന്നു എനിക്ക് തോന്നുന്നു. ഏതെങ്കിലും പ്രസിദ്ധ പത്രങ്ങളിൽ ഒരിടം പിടിച്ചിട്ട് ഒരു പരമ്പര. നമ്മളെ ഓരോ ഈ IFPHയിലൂടെ കേൾക്കുന്നത് ഹോമിയോപ്പതി തന്നെയാണോ എന്ന് തോന്നുന്നു. അതുപോലെ അതിശയകരമായ കേസുകളാണ് കേൾക്കുന്നത്. ഇത്രയും വലിയ ബൃഹത്തായ ഒരു സയൻസിന്റെ ഒരു ഭാഗം ജനങ്ങളെ അറിയിക്കാനുള്ള നമ്മുടെ ഒരു ഉത്തരവാദിത്വം കൂടെ ഉണ്ട്. എവിടെയെങ്കിലും ഒരു പരമ്പര തുടങ്ങിയിട്ട്, എവിടെയാണെന്ന് എനിക്ക് അറിയത്തില്ല, പറഞ്ഞാൽ സ്ഥിരമായിട്ട് അതിനെപ്പറ്റി എഴുതുമായിരുന്നെങ്കിൽ നല്ലതായിരുന്നു എനിക്ക് തോന്നുന്നു. ഏതായാലും എല്ലാവരുടെയും മനസ്സ് തുറന്നിട്ടുള്ള സംസാരങ്ങളും എന്നും കണ്ടില്ലെങ്കിലും വല്ലപ്പോഴും കാണുന്നവരാണെങ്കിലും ഇത്രയധികം ഒരു 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 ആഹ്ലാദപരമായിട്ടുള്ള ഒരവസരം ഉണ്ടാക്കി തന്നതിന് നന്ദി പറയുന്നു. IFPHനോട് നന്ദി പറയുന്നു. ഭാരവാഹികളോടും നന്ദി പറയുന്നു. നന്ദി എലിയാമ്മ ഡോക്ടറെ. ഡോക്ടറുടെ നിർദ്ദേശങ്ങൾക്കും വളരെയധികം നന്ദി അറിയിക്കുകയാണ്. ഇനി ആരെങ്കിലും സംസാരിക്കാൻ ആഗ്രഹിക്കുന്നെങ്കിൽ ഒന്ന് ഹാൻഡ് റൈസ് ചെയ്യണേ. അതുപോലെ തന്നെ ആർക്കെങ്കിലും എന്തെങ്കിലും ഒരു പാട്ട് പാടാൻ കഴിവുള്ളവരുണ്ടെങ്കിൽ അതിനും മുന്നോട്ട് വരണമെന്ന് അഭ്യർത്ഥിക്കുകയാണ്. ഞങ്ങള് ട്രെയിനിലാണ് ഡോക്ടറെ. ഓക്കെ, വന്നോണ്ടിരിക്കുക. എല്ലാം കഴിഞ്ഞേ ഉള്ളൂ. ഡോക്ടറും മായ ഡോക്ടറും ഒക്കെ അവിടെ ഇറങ്ങി. സൂസൻ ഡോക്ടറും ഒക്കെ കഴക്കൂട്ടല്ല, കൊല്ലത്തിറങ്ങി അവരൊക്കെ. ഞങ്ങള് ട്രിവാൻഡ്രത്ത് നിന്ന് ഒരു 40 കിലോമീറ്റർ അപ്പുറത്ത് എത്തിയുള്ളൂ. എന്താണ് എല്ലാവരും അഭിപ്രായം? പ്രോഗ്രാം ഞങ്ങൾ അറിഞ്ഞിടത്തോളം ഇപ്പൊ 3 പേര് ഇന്നത്തെ പരിപാടിയിൽ, 3 പേരല്ല 4 പേര്, ബിസ്മയിൽ സാർ ഉൾപ്പെടെ ഈ പരിപാടിയിൽ പങ്കെടുത്തവര് ഇന്നത്തെ ഈ ആഘോഷ പരിപാടിയിൽ എത്തിയിട്ടുണ്ട്. അവരെല്ലാം വളരെ നല്ല അഭിപ്രായമാണ് മീറ്റിങ്ങിനെ കുറിച്ച് പറഞ്ഞിരിക്കുന്നത്. അതുപോലെ നമുക്ക് ഇന്നൊരു വീഡിയോ ഇറങ്ങിയിട്ടുണ്ട്. ഒരു വെടിക്കെട്ട് ഷാജന്റെ ഒരു വീഡിയോ. അതായത് ഉമാ തോമസ് MLAക്ക് ഇത് മരുന്ന് ആർണിക്ക 200 വെച്ച് തുടച്ചു കഴിഞ്ഞപ്പോഴത്തേക്ക് അവർക്ക് മുറിവ് കംപ്ലീറ്റ് ഹീലായെന്ന് പറഞ്ഞൊരു വീഡിയോ ആണ്. അപ്പൊ അതെല്ലാരും കാണുക. ഗ്രൂപ്പുകളിൽ ഷെയർ ചെയ്തിട്ടുണ്ട്. അത് കണ്ടായിരുന്നു. അത് കണ്ടില്ല, അല്ല വീഡിയോ വന്നിട്ടുണ്ട്. അത് സ്റ്റാറ്റസിൽ കൊടുക്കുക എല്ലാരും. ഫേസ്ബുക്കിലും ഇൻസ്റ്റാഗ്രാമിലും ഒക്കെ കയറ്റി അങ്ങ് വിട്ടേക്കാം. എല്ലാം കൊണ്ടും ഗംഭീരമായിരുന്നു. ഗംഭീരം. അതുപോലെ തന്നെ ചാണ്ടിയമ്മൻ MLAയും വളരെ നല്ല രീതിയിൽ, ചാണ്ടിയമ്മൻ ഉമാ തോമസ് MLA വന്നു, ചാണ്ടി ഉമ്മ MLA വന്നു. മുഖ്യമന്ത്രിയുടെ മെസ്സേജ് ഉണ്ടായിരുന്നു. പിന്നെ VD സതീശന്റെ മെസ്സേജ്. അദ്ദേഹത്തെ ഞങ്ങള് റെയിൽവേ സ്റ്റേഷനിൽ കാണുകയും ചെയ്തു. VD സതീശൻ ഞങ്ങള് ഇതേ ട്രെയിനിൽ തന്നെ പോകുന്നുണ്ട്. അദ്ദേഹം ഉണ്ട്, അടുത്ത കമ്പാർട്ട്മെന്റിലുണ്ട്. പിന്നെ അതുപോലെ കേന്ദ്രമന്ത്രിയുടെ മെസ്സേജ് ഉണ്ടായിരുന്നു. പിന്നെ നമ്മുടെ BJP സംസ്ഥാന പ്രസിഡന്റ് രാജീവ് ചന്ദ്രശേഖറിന്റെ മെസ്സേജ്, വീഡിയോ തന്നെ ഉണ്ടായിരുന്നു. വീഡിയോ. അതുകൊണ്ട് എല്ലാ ഗംഭീരമായിരുന്നു നമ്മുടെ ലോബിയിങ്. എന്തായാലും ഇതിന്റെ പുറകില് അധ്വാനിച്ച ഓരോരുത്തരും, അനിൽകുമാർ ഡോക്ടർ ഉൾപ്പെടെയുള്ളവരുടെ വളരെയധികം വിലപ്പെട്ട ഒരു അധ്വാനമാണ് ഇതിന്റെ പുറകിൽ വന്നിട്ടുള്ളത്. അത്രയ്ക്ക് ശ്രമിച്ചതാണ് ഒന്ന്. രണ്ടാമത് എന്തെങ്കിലും നെഗറ്റീവ് ഉണ്ടെങ്കിൽ അത് അറിയിക്കുക. അത് അടുത്തതിന് കറക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അത് പറയുന്നുണ്ട്. നെഗറ്റീവ് ഉള്ളത് അല്ല, ഇനി ഇതിൽ നിന്ന് ചെയ്യേണ്ട കാര്യങ്ങള് അത് മാഡം മറിയാമ്മ ഡോക്ടർ കുറിച്ച് വയ്ക്കുക. നമുക്ക് ഇനിയും ചെയ്യാൻ ഒത്തിരി കാര്യങ്ങളുണ്ട്. അതായത് ഞങ്ങള് ഹരിഹര സാർ വന്നൊരു അഭിപ്രായം പറഞ്ഞു. അദ്ദേഹം പറഞ്ഞത്, അതായത് അദ്ദേഹം ChatGPT വെച്ച് അടിച്ചു നോക്കിയപ്പോഴേ ലോകത്ത് പിന്നെ കണ്ടിന്യൂസ് വെബിനാർ നടത്തുന്ന ഒറ്റ സംഘടനയേ ഉള്ളൂ. ദാറ്റ് ഈസ് IFPH. ജസ്റ്റിസ് ഹരിഹര സാറ് ആണ് പറഞ്ഞത്. അങ്ങനെ ഞാന് ChatGPT വെച്ച് അടിച്ചു നോക്കിയപ്പോഴ് ഒറ്റ സംഘടനയേ ഉള്ളൂ കണ്ടിന്യൂസ് ആയിട്ട് 5 കൊല്ലം സെമിനാർ നടത്തിയിട്ടുള്ളത്. വേറെ ആരും ഇല്ല. നമുക്ക് എതിരാളികൾ ആരും ഇല്ല. അപ്പൊ അത് നമുക്ക് ഗിന്നസ് ബുക്ക് ഓഫ് റെക്കോർഡ്സിൽ വരാൻ സാധിക്കും. കാരണം ഇനി ആർക്കും തുടങ്ങിയാൽ 5 കൊല്ലം കഴിഞ്ഞാലേ ആവുള്ളൂ. അതുപോലെ നമ്മൾ നിർത്തുന്നില്ലല്ലോ. നമ്മൾ നിർത്താതെ എല്ലാ ദിവസവും 7:30 തൊട്ട് 10:30 വരെ കുത്തിയിരിക്കുകയല്ലേ. അപ്പൊ അതിന് എഗൻസ്റ്റ് ആയിട്ട് ആർക്കും തുടങ്ങാനായിട്ട് പറ്റത്തുമില്ല. ഒന്നും ചെയ്യാൻ പറ്റുന്ന ഒരു അവസ്ഥയാണ്. അപ്പം നമ്മുടെ ഈ ഇന്റർനാഷണൽ ഫോറം ഫോർ പ്രൊമോട്ടിംഗ് ഹോമിയോപ്പതി വേൾഡിലെ നമ്പർ 1 ആയിട്ട് വന്നിരിക്കുകയാണ്. അതിന് ഏറ്റവും വലിയ സന്തോഷം
ഇതിലുള്ള ഓരോരുത്തരുടെയും വർക്ക് അതൊരു വലിയ സംഭവമായിട്ടുണ്ട്. നിങ്ങൾ എല്ലാവരും ChatGPT അടിച്ചിട്ട് ക്വസ്റ്റ്യൻ ഇട്ട് നോക്കുക. ഇട്ടാകുമ്പോഴത്തേക്കും വരുന്ന മറുപടി നമ്മുടെ സംഘടന മാത്രമേ ഉള്ളൂ. 7 തൊട്ട് 8 വരെ ഹിന്ദി, 8 തൊട്ട് 9 വരെ ഇംഗ്ലീഷ്, 9 തൊട്ട് 10 വരെ മലയാളം. അങ്ങനെ ഒരു സംഘടന വേൾഡിലില്ല. അപ്പൊ അതൊരു വലിയ സംഭവമാക്കി നമുക്ക് മാറ്റണം അടുത്തത്. അപ്പൊ അത് നമുക്ക് ഏറ്റവും വലിയ ലോബിയിങ് ആയിരിക്കും. ഏറ്റവും വലിയ ലോബിയിങ് ആയിരിക്കും. എല്ലാവർക്കും അഭിനയിക്കാൻ പറ്റും, അഭിമാനിക്കാൻ പറ്റും. അഭിമാനിക്കാം. അതാണ് നമ്മുടെ വർക്കിന്റെ ഇൻഫറൻസ്. അനിൽ ഡോക്ടർ ഇതുവരെ ലോകത്ത് ഒരു സംഘടനയും ചെയ്യാത്ത വർക്കാണ്. ഇതിൽ കൂടുതൽ പ്രൊമോഷൻ ഏറ്റവും കൂടുതൽ ഹെൽപ്പ് ചെയ്യുന്ന സംഭവമാണ്. അബ്ദുൽ സലാം സാർ എന്തോ പറയുന്നില്ല? അതല്ല അനിൽ ഡോക്ടർ, പറഞ്ഞോ. അത് കോപ്പി ചെയ്യാൻ പറ്റി, കോപ്പി എടുത്തിട്ട് നമ്മുടെ ഗ്രൂപ്പുകളിൽ ഇടാൻ പറ്റിയ നന്നായിരുന്നു. ആളുകൾ നോക്കൽ ഇപ്പൊ നമ്മൾ ഈ പങ്കെടുത്തവർ മാത്രമേ കാണുള്ളൂ. ആ ചാർജ് തീർച്ചയായിട്ടും നമ്മളെല്ലാ ഗ്രൂപ്പിൽ ഇട്ടുന്നുണ്ടാവും. നമ്മുടെ ഇത് ഗൂഗിളിൽ കയറി ടൈപ്പ് ചെയ്തിട്ട് എന്താണ് ഇന്റർനാഷണൽ ലെവലിൽ ഇതുപോലെ വെബിനാർ കണ്ടിന്യൂസ് നടക്കുന്ന ഏതെങ്കിലും സംഘടന ഉണ്ടോ എന്ന് ക്വയറി കൊടുക്കുക. ക്വയറി കൊടുക്കുമ്പോൾ ആൻസർ വരും. അതിന് കൊടുത്ത് പോകുമ്പോൾ നമ്മളെ മാത്രമേ ഉള്ളൂ, വേറെ ആരുമില്ല, എതിരാളികൾ ആരുമില്ല. അത് മതി. അതാണ് ഏറ്റവും വലിയ സന്തോഷം. അത് ജസ്റ്റിസ് ഹരിഹരൻ സാർ വന്ന് പറഞ്ഞപ്പോഴാണ് ഞങ്ങൾ അറിയുന്നത്. സാറാണ് ചെയ്തത്, സാറാണ് കണ്ടുപിടിച്ചത്. ഞങ്ങൾക്ക് ആർക്കും അറിയില്ലായിരുന്നു. ഏതായാലും നന്ദി അനിൽകുമാർ ഡോക്ടറെ. ഇന്നത്തെ കാര്യങ്ങൾ ഇത്രയും ഭംഗിയായി ഞങ്ങൾക്കൊക്കെ സത്യം പറഞ്ഞാൽ വളരെ ഞങ്ങൾ വന്നില്ല എങ്കിലും ഞങ്ങളുടെ മനസ്സുകൾ അവിടെ തന്നെ ആയിരുന്നു. ഈ കാര്യങ്ങൾ അറിയാൻ പറ്റിയതിൽ വളരെയധികം സന്തോഷം. റേഞ്ച് പോയി, അതാണ് വളരെ സന്തോഷം. നമുക്ക് എല്ലാവർക്കും സന്തോഷിക്കാൻ പറ്റുന്ന ഒരു വലിയ നിമിഷം ഇന്ന് കിട്ടി. അതാണ് ഇന്ന് ഏറ്റവും ഹരിഹര സാറ് പറഞ്ഞപ്പോൾ നമ്മൾ അറിയുന്നത്. നന്ദി അനിൽകുമാർ ഡോക്ടറെ. പിന്നെ അത് ഇന്ന് അടുത്തതായിട്ട് സുബൈദ ഡോക്ടറെ ക്ഷണിക്കുകയാണ്. സുബൈദ ഡോക്ടറെ. സുബൈദ സലാം ഡോക്ടറെ ഹോസ്റ്റ് ആക്കിയിട്ടുണ്ട്, അൺമ്യൂട്ട് ചെയ്താൽ മതി. അതുപോലെ തന്നെ സ്ഥിരമായി നമ്മളുടെ സൂമിൽ പങ്കെടുക്കുന്ന ഡോക്ടർ സീന സോമൻ ഡോക്ടർ ഒന്ന് അൺമ്യൂട്ട് ചെയ്ത് വീഡിയോ ഓൺ ചെയ്തതിലും ഡോക്ടറുടെ ആശംസകൾ അർപ്പിക്കണേ. ഡോക്ടർ സീന സോമൻ ഡോക്ടറെ ഒന്ന് ട്രൈ ചെയ്യും. നമുക്ക് ഇനിയും ഇത്രയും വർഷമായി, 5 വർഷമായി ഇനിയും നമ്മൾ മിണ്ടാതിരിക്കരുത്. നമ്മളൊരു കുടുംബാംഗങ്ങളെ പോലെ കഴിയുന്നവരാണ്. എന്തെങ്കിലും ഒന്ന് ഡോക്ടർക്ക് അൺമ്യൂട്ട് ചെയ്ത് സംസാരിക്കാം. ഇതുപോലെ തന്നെയാണ് IFPHൽ ഞങ്ങൾ വന്നപ്പോഴും തുടക്കത്തിൽ എനിക്ക് സത്യം പറഞ്ഞാൽ കയറാൻ തന്നെ പേടിയായിരുന്നു. അങ്ങനെ കയറി കഴിഞ്ഞപ്പം ഒരിക്കൽ കോഹോസ്റ്റ് ആക്കുകയാണ് ചെയ്തത് ധനേഷ് ഡോക്ടർ. കോഹോസ്റ്റ് എന്താന്ന് പോലും എനിക്കറിയത്തില്ല. കോഹോസ്റ്റ് എന്നുള്ള നിലയിൽ ഞാൻ എന്താണ് ചെയ്യണമെന്ന് എനിക്കറിയത്തില്ല. അങ്ങനെയുള്ളൊരു സ്റ്റേജിൽ ഞാൻ മിണ്ടാതെ ഇരുന്നു. അപ്പോൾ ഓരോരുത്തരെ അഡ്മിറ്റ് ചെയ്യാൻ വരുന്നു, എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല. ആ അവസ്ഥയിൽ ഇരിക്കുമ്പോൾ ധനേഷ് ഡോക്ടർ എന്നോട് പറയുന്നു, ആ അഡ്മിറ്റിലൊന്ന് കുത്തുന്നതിന് കുഴപ്പമുണ്ടോ? സത്യം പറഞ്ഞാൽ ഇത് എന്ത് ചെയ്യണമെന്ന് പോലും അറിയാതിരിക്കുന്ന സ്റ്റേജിൽ അതൊന്ന് കുത്തിയാൽ മതി എന്ന് പറഞ്ഞാൽ അങ്ങനെ ആദ്യമായിട്ട് ഞാൻ അഡ്മിറ്റ് ചെയ്യാൻ തുടങ്ങി. അങ്ങനെ വന്ന് ഒരു ദിവസം എന്നോട് പറയുന്നു, ഇന്ന് മറിയാമ്മ ഡോക്ടർ മോഡറേറ്റ് ചെയ്യണം. സത്യം പറഞ്ഞാൽ എന്ത് ചെയ്യണമെന്നറിയാത്തൊരു സ്റ്റേജിൽ. പക്ഷേ അതിൽ നിന്ന് ഇത്രത്തോളം എത്താൻ നമുക്ക് സാധിച്ചത് ഈ കിട്ടിയ ധൈര്യത്തിൽ നിന്നാണ്. അല്ലാതെ ഒരു ധൈര്യത്തോടു കൂടി കയറി വന്നതല്ല. നമ്മൾ ഓരോ സ്റ്റെപ്പായിട്ട് ഓരോരുത്തർ ഇതിലേക്ക് വരിക. ആരും മിണ്ടാതിരിക്കരുത്. ഒന്ന് ഹാൻഡ് റൈസ് ചെയ്യാൻ പറ്റുമെങ്കിൽ ഹാൻഡ് റൈസ് ചെയ്യുക, ഇല്ല എങ്കിൽ അൺമ്യൂട്ട് ചെയ്യാൻ പറയുന്നവരൊന്ന് അൺമ്യൂട്ട് ചെയ്ത് സംസാരിക്കേണ്ടതാണ്. ഇനി ആർക്കെങ്കിലും ഇത് ആശംസ ചാറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ അങ്ങനെയും ചെയ്യാം, ചാറ്റ് ബോക്സിലിടാം. വാസന്തി ഡോക്ടർ സംസാരിക്കുമോ? വാസന്തി ഡോക്ടർ
വീഡിയോ ഓൺ ചെയ്യാൻ മടിയുണ്ടെങ്കിൽ അൺമ്യൂട്ട് ചെയ്ത് 2 വാക്ക് സംസാരിക്കണേ. വാസന്തി ഡോക്ടറെ. അടുത്തത് ലക്ഷ്മണൻ ഡോക്ടർ. അൺമ്യൂട്ട് ചെയ്യണേ. ആ മൈക്കുള്ളടുത്തൊന്ന് തൊട്ടാൽ മതി, ഒന്ന് അൺമ്യൂട്ട് ചെയ്യണേ. ബാസി ഡോക്ടർ. എല്ലാരും ഒന്ന് റെഡി ആകണേ. അതുപോലെ സരിക ഡോക്ടർ. സരിക ഡോക്ടർ. സരിക ഡോക്ടർ സംസാരിച്ചോളൂ. വീഡിയോ ഓൺ ചെയ്യാവോ? ഇല്ലെങ്കിലും സാരമില്ല, ഡോക്ടർക്ക് സംസാരിക്കാം. വീഡിയോ ഓൺ ചെയ്യുന്നില്ല. കേൾക്കാമോ? കേക്കാം. ഞാന് ട്രിവാൻഡ്രത്ത് പ്രാക്ടീസ് ചെയ്യുന്നതാണ്. ഞാൻ എല്ലാ ദിവസവും കയറാറുണ്ട്. മിക്ക ദിവസവും ഈ പരിപാടികൾ എല്ലാ ദിവസവും വളരെ മെച്ചപ്പെട്ടു വരുന്നുണ്ട്. ക്ലാസ്സുകൾ ഒരുപാട് നമ്മുടെ പ്രാക്ടീസിന് വേണ്ടി ഏറ്റവും നല്ല രീതിയിലായിക്കൊണ്ടിരിക്കുകയാണ്. എല്ലാവർക്കും ഇതിന്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന എല്ലാവർക്കും നന്ദി പറയുന്നു. നന്ദി സരിയ ഡോക്ടറെ. അതുപോലെ ഇനി അടുത്തത് രത്ന സുന്ദരൻ ഡോക്ടർ. അൺമ്യൂട്ട് ചെയ്യണേ. ഡോക്ടർ അൺമ്യൂട്ട് ചെയ്ത. ഞാനിന്ന് എറണാകുളത്ത് പോയിരുന്നു. എനിക്ക് ക്യാമറ ഇച്ചിരി ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യണേ. മുഖം കാണുന്നില്ല. ഇച്ചിരി കുറച്ചും കൂടെ. അത് സാരമില്ല ഡോക്ടറെ. ഇന്ന് പരിപാടിക്ക് പോയിരുന്നു. ഇന്ന് പരിപാടിക്ക് പോയിരുന്നു. നല്ല ഫംഗ്ഷൻ ആയിരുന്നു. ശരിക്കും ഒരു ഹോമിയോ ഡോക്ടർ ആയതിൽ അങ്ങേയറ്റം അഭിമാനിക്കുന്ന രീതിയിലുള്ള സന്ദർഭങ്ങളായിരുന്നു അവിടെ കണ്ടത്. ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഭയങ്കര നന്നായിരുന്നു. ഒരു ദിവസം നമ്മളവിടെ പോയതിൻ്റെ 100% വെർത്ത് നമുക്ക് അങ്ങേയറ്റം സന്തോഷം കിട്ടി. പിന്നെ ഈ മീറ്റിങ്ങിൽ കയറാൻ മിക്കവാറും എല്ലാ ദിവസങ്ങളും ഞാൻ കയറാറുണ്ട്. അത് ഒത്തിരി ആ പ്രാക്ടീസിനും നമുക്ക് പ്രയോജനപ്പെടുന്നുണ്ട്. ഇനിയും ഇതങ്ങനെ തുടർന്ന് പോകുന്നോ എന്നാണ് എൻ്റെ അഭിപ്രായം. നന്ദി ഡോക്ടറെ. അതിലും ഡോക്ടറെ പോയതിൽ സന്തോഷം. ഡോക്ടറുടെ സ്ഥലം എവിടെയാണ്? ആലപ്പുഴയാ. ആലപ്പുഴയാ. അതെ. സന്തോഷം ഡോക്ടറെ. ആലപ്പുഴ SDV സ്കൂളില്ലേ, അതിന്റെ തൊട്ട് സെൻട്രൽ സ്കൂളിനോട് ചേർന്നാണ് ഡോക്ടറുടെ വീട്. അതായത് ഡോക്ടറുടെ വീടിന്റെയൊക്കെ പണ്ട് താമസിച്ചതിന്റെ വളരെ അടുത്ത്. മനസ്സിലായി. ഈ മറിയാമ്മ ഡോക്ടർ ആ ഭാഗത്താണ് താമസിച്ചുകൊണ്ടിരുന്നത്. മറിയാമ്മ ഡോക്ടർ അച്ഛനൊക്കെ. ഞാൻ ആലപ്പുഴക്കാരിയാ. ശരി. സന്തോഷം ഡോക്ടറെ. ഇത് നമ്മള് എല്ലാവരും ഒന്ന് പുറത്ത് വരണം. കാരണം എന്നാ വെച്ചാൽ നമ്മൾ പരിചയപ്പെടുന്നില്ല. അത് സത്യം പറഞ്ഞാൽ ഞാൻ ഇന്ന് അങ്ങനെ തന്നെയാ ഓർത്തെ. ഒന്ന് പരിചയപ്പെടണം നമ്മൾ ഉള്ളവര് തന്നെ. ഇന്ന് അവിടെ പോയവരെല്ലാവരും പരിചയപ്പെട്ടു. ഞങ്ങൾ കുറച്ചു പേർക്ക് ഇപ്പൊ അസൂയ തോന്നുകയാണ്, വരാൻ സാധിച്ചില്ല. നിങ്ങളോടൊക്കെ അസൂയ തോന്നുക ചെയ്യുന്നത്. എന്തായാലും ഡോക്ടറെ നന്ദി ഡോക്ടറെ. അതുപോലെ ഡോക്ടർ സംസാരിക്കുന്നുണ്ടോ? സുബൈദ ഡോക്ടർ. ധനേഷ് ഡോക്ടർ സംസാരിക്കോ? ഹലോ, ഗുഡ് ഈവനിങ്. ഡോക്ടർ സുബൈദയാണ്, ഖത്തറിന്ന്. വളരെ സന്തോഷമുണ്ട്. IFPH 5ാം വർഷം ആഘോഷിക്കുന്ന ഈ സന്ദർഭത്തിൽ വേൾഡിലെ ഹോമിയോപ്പതി ഡോക്ടേഴ്സിനെ എല്ലാവരും കൂടി ഒരുമിച്ച് കൂട്ടുന്ന ഈ വേദി വളരെ നല്ല രീതിയിൽ കൊണ്ടുപോകുന്ന അതിൻ്റെ ഭാരവാഹികൾക്ക് പ്രത്യേകം അഭിനന്ദനങ്ങൾ അറിയിക്കുകയാണ്. എനിക്ക് ഡെയിലി ഒന്നും ഞാൻ അറ്റൻഡ് ചെയ്യാൻ പറ്റാറില്ല. എന്നാലും എന്നെ അറിയാലോ, ഹസ്ബൻഡ് അതിൻ്റെ ഏറ്റവും കൂടുതൽ അതിൻ്റെ പിന്നിൽ നിൽക്കുന്ന ഒരാളാണ്.
പിന്നെ ചില സാങ്കേതിക കാരണങ്ങൾക്ക് പലപ്പോഴും എനിക്ക് പൂർണ്ണമായി അറ്റൻഡ് ചെയ്യാൻ പറ്റാറില്ല. എന്നാലും എല്ലാ ഭാവങ്ങളും നേരുന്നു. വളരെ അർത്ഥവത്തായ രീതിയിൽ, വളരെ ഫലപ്രദമായ രീതിയിൽ അത് മുന്നോട്ട് കൊണ്ടുപോകാൻ ഇനി സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. നന്ദി, നന്ദി സുബേദ ഡോക്ടറെ. ഇനി ആരെങ്കിലും സംസാരിക്കാൻ ആഗ്രഹിക്കുന്നെങ്കിൽ ഒന്ന് ഹാൻഡ് റൈസ് ചെയ്യണേ. ഈ സമയത്ത് നമുക്ക് സത്യം പറഞ്ഞാൽ IFPHന് മുൻപ് നമ്മുടെ ഈ കേരളത്തിലെ ഡോക്ടർമാരുടെ അവസ്ഥ നമ്മൾ ചിന്തിച്ചാൽ ശരിക്കും പ്രതികരണ ശേഷിയില്ലാത്ത ഒരു അവസ്ഥയിലാണ് ഞാൻ ഉൾപ്പെടെ ഉണ്ടായിരുന്ന ഹോമിയോപ്പതി ഡോക്ടർമാരുണ്ടായിരുന്നത്. എന്നാൽ ഇപ്പോൾ നമ്മൾ അങ്ങനെയല്ല. നമ്മളെല്ലാത്തിനും പ്രതികരിക്കുന്ന ഒരവസ്ഥയിലേക്ക് ഈ IFPH മുഖാന്തരം എത്തിയിരിക്കുകയാണ്. ഇന്നുണ്ടാകുന്ന ഹോമിയോപ്പതിക്കെതിരെ ഉണ്ടാകുന്ന ഓരോ അമ്പുകളെയും തക്ക സമയത്ത് തന്നെ തിരിച്ചറിഞ്ഞും അതിനെതിരായിട്ട് പോരാടാനുമുള്ളൊരു ശക്തി ഹോമിയോപ്പതി സമൂഹത്തിന് നേടിക്കൊടുത്തത് IFPH ആണെന്ന് തന്നെ നമുക്ക് പറയാം. അത്രയ്ക്ക് നമുക്ക് അഭിമാനിക്കാവുന്ന ഒരു കാര്യമാണ്. ഇപ്പോഴുള്ള വേറൊരു ഗുണം, നമ്മൾ ഏത് കാര്യവും ഉടനെ തന്നെ അറിയുന്നു. ഇത് നമുക്ക് ഈ ഇതിൽ പങ്കെടുക്കാൻ പറ്റുന്ന IFPHലും എപ്പോഴും പങ്കെടുക്കുന്ന എല്ലാവർക്കും തന്നെ സത്യം പറഞ്ഞാൽ വളരെയധികം ഭാഗ്യമാണ് ലഭിക്കുന്നത്. മറ്റുള്ളവർ കൂടി ഇതിലേക്ക് വരണമെന്ന് നമ്മൾ ആഗ്രഹിക്കുന്നുവെങ്കിലും നമുക്ക് ഇപ്പോഴും അംഗങ്ങൾ കൂടി വരുന്നില്ല എന്നുള്ളതൊരു സങ്കടകരമായ ഒരു അവസ്ഥയാണ്. പ്രത്യേകിച്ചും ജൂനിയർ ഡോക്ടേഴ്സും വിദ്യാർത്ഥികളും ഇത് പ്രയോജനപ്പെടുത്താൻ സാധിക്കുന്നില്ല എന്നുള്ളൊരു അവസ്ഥ ഉണ്ടെങ്കിലും ഈ യൂട്യൂബ് വഴി ഇന്ന് നമ്മളുടെ ഈ സെമിനാറുകൾ എല്ലായിടത്തും ലോകത്തിൻ്റെ ഓരോ കോണിലും എത്തിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളതും സന്തോഷിക്കാവുന്ന ഒരു കാര്യമാണ്. ഇതിൻ്റെ പുറകിൽ പ്രവർത്തിക്കുന്ന ഹ്യൂബർട്ട് ഡോക്ടറിനെ എത്ര അഭിനന്ദിച്ചാലും മതിയാകുകയില്ല. ഈ ലോകത്തിൻ്റെ പല ഭാഗങ്ങളിലും എത്തിച്ചേരുന്നുണ്ട്. അതുപോലെ തന്നെ ഇതിൽ പങ്കെടുക്കുന്നില്ല എങ്കിൽ പോലും ഇത് കാണാതിരിക്കുന്നില്ല എന്നുള്ളതാണ് അതിശയം. അധികം പേരും ഇത് കാണുന്നുണ്ട്. അതിന് പലപ്പോഴും കമൻറ്റുകൾ കിട്ടാറുണ്ട്. അപ്പോൾ അത് തന്നെ നമുക്ക് സന്തോഷിക്കാം. ഇത് കൂടുതൽ പേരിലേക്ക് എത്തിക്കാൻ നമ്മൾ ഓരോരുത്തരും ഒന്നുകൂടി ശ്രമിക്കണമെന്നും കൂടി അപേക്ഷിക്കുകയാണ്. അങ്ങനെ നമ്മളുടെ ഈ ഹോമിയോപ്പതി സമൂഹം ഉന്നതിയിലേക്ക് എത്തിത്തീരണമെന്ന് നമുക്ക് ആഗ്രഹിക്കാം. ഇനി ആർക്കെങ്കിലും എന്തെങ്കിലും സംസാരിക്കാനുണ്ടെങ്കിൽ ഈ സമയത്ത് ഉപയോഗപ്പെടുത്തണം. ഒന്ന് ഹാൻഡ് റൈസ് ചെയ്താൽ മതി കേട്ടോ. അതുപോലെ തന്നെ നമുക്ക് ഇതിൻ്റെ ഉത്ഭവത്തിൽ ഉണ്ടായിരുന്നവരെ ഒരിക്കലും മറക്കാൻ സാധിക്കുകയില്ല. പ്രത്യേകിച്ചും നമുക്കറിയാം ഫൈസൽ, ഫിറോസ്, പ്രസാദ്, സലഹുദ്ദീൻ സാറ്, രവിഎം നായർ സാറ്, അബ്ദുൽ ലത്തീഫ് സാറ്, ഇസ്മായിൽ സാറ്, ഷാജി കുടിയാർ ഡോക്ടർ, ഇങ്ങനെ ആദ്യ കാലങ്ങളിൽ ഇതിനു വേണ്ടി ഇറങ്ങി തിരിച്ചവരെ എല്ലാം നമുക്ക് ഈ അവസരത്തിൽ സ്മരിക്കാം. അതുപോലെ ഇതിന്റെ പുറകിൽ നിൽക്കുന്ന അനേകം പേരുണ്ട്. നമ്മൾ പേര് പറഞ്ഞാൽ ആരെങ്കിലും വിട്ടുപോകുമെന്ന് പേടിച്ചാണ് ഞാൻ പറയാത്തത്. കാരണം പ്രത്യേകിച്ചും ഈ സൂമുകൾ ഇത്രയും ഭംഗിയായി നടത്തുന്ന ധനേഷ് ഡോക്ടർ നമുക്ക് എത്ര അഭിനന്ദിച്ചാലും മതിയാകുകയില്ല. ഇത്രയും കൃത്യമായി 3 സൂമുകളും വളരെ ഭംഗിയായി നടത്തുവാൻ സാധിക്കുന്നതിൽ നമുക്ക് ധനേഷ് ഡോക്ടർക്കും പ്രത്യേകം നന്ദി അറിയിക്കേണ്ടതായിട്ടുണ്ട്. അതുപോലെ പറയുകയാണെങ്കിൽ നമ്മുടെ ഈ ഒരു 5th ആനിവേഴ്സറിക്ക് വേണ്ടി രൂപീകരിച്ച ഒരു കമ്മിറ്റി വളരെയധികം നമ്മളുടെ പ്രശംസ അർഹിക്കുന്നവരാണ്. എത്രയോ ദിവസങ്ങളായി ദിവസം തോറും മീറ്റിങ്ങുകൾ നടത്തിയാണ് അവരത് നടത്തുവാൻ ഇടയായത്. നമുക്ക് ഇത്രയും വലിയൊരു സംരംഭം നമ്മുടെ ഹോമിയോപ്പതിയിൽ സാധിക്കുക എന്ന് പറയുന്നത് വളരെയധികം പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഇനി നമുക്ക് ആർക്കെങ്കിലും എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ ഒന്ന് ഹാൻഡ് റൈസ് ചെയ്യണമേ. അതുപോലെ ഗീത ഡോക്ടർ വന്നിട്ടുണ്ടല്ലോ. MG ഗീത മാഡം ഡോക്ടർ മാഡത്തിന്റെ ഒരു ആശംസ ഞങ്ങൾ പ്രതീക്ഷിക്കുകയാണ്. ഗീത മാഡം, MG ഗീത മാഡം. MG ഗീത മാഡം 2 വാക്ക് സംസാരിക്കാമോ IFPHന്റെ ഈ ആഘോഷവേളയില്?
ഗീത മാഡം. ഇനി ഞാൻ ഓർഡറിൽ വരികയാണ്. ഡോക്ടർ ചന്ദ്രിക മോഹൻ. ഡോക്ടർ ചന്ദ്രിക മോഹൻ. 2 വാക്ക് സംസാരിക്കാവോ? ഡോക്ടർ ചന്ദ്രിക മോഹൻ, അൺമ്യൂട്ട് ചെയ്യാവോ? ഹലോ, ആ സംസാരിക്കാൻ ഡോക്ടറെ? ആ അതെ, ഇടതടവില്ലാതെ ഈ 5 വർഷം പോയത് നമ്മളാരും അറിഞ്ഞില്ല. നമ്മളെല്ലാം ഒരേ പ്ലാറ്റ്ഫോമിൽ മിക്ക ദിവസങ്ങളിലും ഇതിൽ പങ്കെടുത്തുകൊണ്ട് ഇത്രയും നല്ല രീതിയിലൊരു സംരംഭം, അത് ഇത്രയും 5ാമത്തെ വർഷം ഇത്രയും നല്ല രീതിയിൽ അവർ സംഘടിപ്പിച്ചതിൽ എല്ലാവർക്കും അഭിമാനം കൊള്ളാവുന്ന ഒരു നിമിഷമാണ് നമ്മുടെ IFPHലെ ഓരോ മെമ്പേഴ്സിനും. നമ്മളെല്ലാം അതിൽ ഭാഗവാക്കായി. അത് വളരെ സന്തോഷം. ഇനിയും എല്ലാവിധ നന്മകളും ഉണ്ടാകട്ടെ. നമ്മുടെ ഈ സംഘടന എന്നും ഇതേപോലെ നിലനിന്ന് നമുക്ക് എല്ലാവർക്കും ഒരു പ്രചോദനമായിട്ട് മുന്നോട്ട് പോകട്ടെ എന്നും ഇതിന്റെ സംഘാടകരായിട്ടുള്ള എല്ലാ ഡോക്ടേഴ്സിനും അഗൈതവുമായ നന്ദി പറഞ്ഞുകൊണ്ടും ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. നന്ദി, നമസ്കാരം. നന്ദി ചന്ദ്ര ഡോക്ടറെ. അതുപോലെ സീന സോമൻ ഡോക്ടറെ. സീന സോമൻ ഡോക്ടർ വേഗം ഒന്ന് അഡ്മിറ്റ് ചെയ്ത് 2 വാക്ക് പറയണേ. IFPH നമ്മൾ ഇത്രയും വളർത്തി നമ്മൾ 2 വാക്ക് പറഞ്ഞില്ല എങ്കിൽ നമ്മളുടെ നന്ദിയേടായി പോകും. സീന ഡോക്ടറെ. സീന ഡോക്ടർ. ഞാൻ പോരെ. ഇനി അജിമോൾ ഡോക്ടർ. അജിമോൾ ഡോക്ടറെ. ഹലോ ഡോക്ടറെ, എനിക്ക് ഇന്ന് അതിൽ പങ്കെടുക്കാൻ കഴിഞ്ഞു ഡോക്ടറെ. ഞാനും ഫാമിലിയായിട്ട് തന്നെ പോയി. ഞങ്ങൾ അതിൽ പങ്കെടുത്തു. വളരെ സന്തോഷം തോന്നി. പിന്നെ മറിയമ്മ ഡോക്ടറുടെ സിസ്റ്റർ എന്ന് പറഞ്ഞ ഒരാളെ പരിചയപ്പെട്ടു അല്ലേ? മറിയമ്മ സിസ്റ്റർ അവിടെ വന്നിട്ടുണ്ടായിരുന്നല്ലോ അല്ലേ? ഉണ്ടായിരുന്നു. എനിക്ക് വരാൻ വന്നിരുന്നു. ഓ ശരി. ഇതിന്റെ പിന്നിൽ പ്രവർത്തിച്ച എല്ലാവരെയും ഓർക്കുന്നു ഈ തരുണത്തില്. പ്രത്യേകിച്ച് എന്റെ നൈബറായിരുന്ന ധനേഷ് ഡോക്ടറെ ഓർക്കുന്നു. അദ്ദേഹത്തിന് പ്രത്യേകം നന്ദി പറയുന്നു. ശരി മാഡം. നന്ദി അജിമോൾ ഡോക്ടറെ. ഇനി അടുത്തത് ജോർജ് ജോസഫ് ഡോക്ടറാണ്. ജോർജ് ജോസഫ് ഡോക്ടർ. ജോർജ് ജോസഫ് ഡോക്ടറെ. ഡോക്ടറെ അഡ്മിറ്റ് ചെയ്ത് 2 വാക്ക് സംസാരിക്കണേ. ജോർജ് ജോസഫ്. മൈക്ക് പതിക്കാൻ സാധനം ഞെക്കിയാൽ മതി. മൈക്ക് പോലത്തെ സാധനം മൈക്ക് പോലുള്ള അതിൽ നിന്ന് അമർത്തിയാൽ മതി. ജോർജ് ജോസഫ് ഡോക്ടറെ. അടുത്തത് രാധ ഡോക്ടർ. രാധ ഒന്ന് അഡ്മിറ്റ് ചെയ്യണേ. ഇപ്പം ആദ്യമായി സംസാരിച്ചെങ്കിലും അത്രയും ധൈര്യമായി വന്ന ഡോക്ടറാണ് അത് അഭിപ്രായം പറഞ്ഞത്. മൈക്ക് പോലുള്ള ഇതിലൊന്ന് ടച്ച് ചെയ്താൽ മതി. രാധ ഡോക്ടറെ 2 വാക്ക് സംസാരിക്കാവോ? ഇനി എന്നും കാണുന്ന ഒരു പേര്, പ്രത്യേകിച്ച് നമ്മുടെ IFPHന്റെ സൂമിൽ മലയാളത്തിൽ എഴുതി എന്നും കാണുന്ന ഒരു പേര് MN ശശി. MN ശശി ഡോക്ടറെ. MN ശശി ഡോക്ടറെ എന്നും കാണുന്ന ഒരു മുഖമാണ്. നേരിട്ട് കണ്ടിട്ടില്ലെങ്കിലും എന്നും കാണുന്ന ഒരു പേര്. ഒന്ന് അൺമ്യൂട്ട് ചെയ്യാവോ? അൺമ്യൂട്ട് ചെയ്തൊന്ന് സംസാരിക്കണേ. 2 വാക്ക് സംസാരിക്കണേ. ഇത്രയും നാൾ IFPHൽ നിന്ന് ലഭിച്ചിട്ടുള്ള ആ ഉത്തേജനം എന്തെങ്കിലും നമുക്കൊന്ന് പകർന്നു തരണേ. ഹലോ. ഞാൻ MN ശശി. ഇന്ന് അവിടെ മീറ്റിംഗിൽ പങ്കെടുത്തിരുന്നു. മീറ്റിംഗിൽ പങ്കെടുത്തു, എല്ലാവരെയും കണ്ടു. ഇതിന്റെ മുമ്പ് നടന്ന എല്ലാ മീറ്റിങ്ങിലും 3 പ്രാവശ്യം, ആദ്യം എറണാകുളത്ത് വെച്ച്, പിന്നെ തിരുവനന്തപുരത്ത് വെച്ച്, പിന്നെ ഇന്നും അങ്ങനെ 3 പരിപാടിയും പങ്കെടുത്തു. ഒന്നിനൊന്ന് മെച്ചമായിട്ട് തോന്നി പരിപാടികളെല്ലാം. ഇതുപോലുള്ള പരിപാടികൾ ഇനിയും സംഘടിപ്പിക്കണമെന്ന് ഒരു അഭിപ്രായമുണ്ട്. അതായത് ഇനി ജില്ല തോറും ഓരോ
IFPHന്റെ ഒരു ബ്രാഞ്ച് പോണൊക്കെ തുടങ്ങി ഒന്ന് ഒരു മീറ്റിംഗ് കൂടുവാണെങ്കിൽ നല്ല ആയിരിക്കും എന്ന് എനിക്കൊരു അഭിപ്രായമുണ്ട്. ജില്ല തോറും അല്ലേ? ഓരോ ജില്ല അടിസ്ഥാനമാക്കി 14 ജില്ലയുണ്ടല്ലോ, ഒരു മാസം ഒരു ജില്ല വെച്ച് കൂടിയാൽ പോലും. ഡോക്ടറുടെ അഭിപ്രായം കുറിച്ചിടുന്നുണ്ട്. അത് നമുക്ക് ഭാരവാഹികളുടെ ശ്രദ്ധയിൽ ഡോക്ടർ അല്ല കേട്ടോ, അല്ല, ഞാനൊരു ഹോമിയോപ്പതി സ്നേഹിയാണ്. ഹോമിയോപ്പതിയോടുള്ള ഇഷ്ടം കൊണ്ട് അങ്ങനെ തുടക്കം തൊട്ട് ഞാൻ എല്ലാ ദിവസവും കാണാറുണ്ട്, മിക്ക ദിവസവും പങ്കെടുക്കാറുണ്ട്. എവിടെയെങ്കിലും യാത്രയിലാണെങ്കിൽ മാത്രമേ ഞാനിത് കാണാണ്ടിരിക്കുന്നുള്ളൂ. എവിടെയാ താമസം? എവിടെയാ? തൊടുപുഴ. എന്നും കാണാറുണ്ട്. മലയാളത്തിൽ ഒരു പേര് സാറിന്റെ മാത്രമാണ്. അതിലും വളരെ സന്തോഷമുണ്ട് സാർ അതിൽ പങ്കെടുക്കുകയും കൂടെ ചെയ്തല്ലോ. ഹോമിയോപ്പതിയോട് കാണിക്കുന്ന നേരത്തെ ഞാൻ അഭിപ്രായമൊക്കെ എഴുതുമായിരുന്നു, നമ്മുടെ മെസ്സേജിന്റെ അകത്ത് അഭിപ്രായങ്ങളൊക്കെ എഴുതി വിടാറുണ്ടായിരുന്നു. അപ്പൊ പിന്നെ അത് സ്വീകരിക്കുന്നില്ലെന്ന് പറഞ്ഞുകൊണ്ട് പിന്നെ അയക്കാറില്ല. എല്ലാ ദിവസവും ഇപ്പൊ എല്ലാവർക്കും പറയാനുള്ള അവസരം കിട്ടുന്നില്ല, അതുകൊണ്ട് ഞാൻ മാക്സിമം പറയാണ്ടിരിക്കും. ഇങ്ങനെ പറയാണ്ടിരിക്കുന്നതുകൊണ്ട് ഞാൻ അഭിപ്രായം എഴുതി മെസ്സേജിനകത്ത് എഴുതി വിടുമായിരുന്നു. അപ്പൊ അത് കുറച്ചാൾ കഴിഞ്ഞപ്പോ ഒരു മെസ്സേജ് വന്നെങ്കിൽ നേരിട്ട് പറയാൻ പറഞ്ഞുകൊണ്ട്, നേരിട്ട് പറയാൻ എല്ലാവർക്കും അവസരം കിട്ടുന്നത് കൊണ്ട് പറയാനുള്ളവർ പറഞ്ഞോട്ടെ. ഞാനൊരു ഹോമിയോപ്പതി സ്നേഹിയാണ്. ഡോക്ടർമാരൊക്കെ ഇരിക്കുമ്പോൾ ഞാൻ എന്തിനാ അവരുടെ അവസരം നഷ്ടപ്പെടുത്തുന്നുള്ള ഒരു രീതിയിലാണ് പറയാണ്ടിരിക്കുന്നത്. അങ്ങനെ ചിന്തിക്കരുത്. നമ്മളെല്ലാം ഒന്നാണ്. ഹോമിയോപ്പതി ഡോക്ടർമാരും സ്നേഹികളും വിദ്യാർത്ഥികളും ചേർന്ന ഒരു കൂട്ടു കുടുംബമാണിത്. നമ്മൾ ആരും അങ്ങനെ വിചാരിക്കരുത്. ഏതായാലും ഇന്ന് ഈ ഇതിൽ പങ്കെടുക്കുകയും ഇന്ന് ഇവിടെ വന്ന് 2 വാക്ക് സംസാരിക്കുകയും ചെയ്തതിൽ വളരെയധികം സന്തോഷമുണ്ട്. അങ്ങനെ ഇന്നത്തെ നമ്മളുടെ സമയം എത്രയോ പെട്ടെന്ന് അങ്ങ് തീർന്നു. നമുക്ക് ഇനിയിപ്പം ഈ ചടങ്ങിന് ശരിക്കും നന്ദി പറയേണ്ടതുണ്ട്. ചടങ്ങിലെന്നല്ല, നമ്മുടെ IFPHന് നന്ദി പറയേണ്ടതുണ്ട്. നന്ദി പറയുന്നതിനായിട്ട് ഗണേഷ് ഡോക്ടർ നന്ദി പറയുമോ? തീർച്ചയായും. നമ്മുടെ ഇന്റർനാഷണൽ ഫോറം ഫോർ പ്രൊമോട്ടിംഗ് ഹോമിയോപ്പതി എന്ന ഈ സംഘടന തുടങ്ങിയപ്പോൾ ഈ രീതിയിലൊന്നും നമുക്ക് ചെയ്യാൻ പറ്റുമെന്നോ ഇങ്ങനെയൊക്കെയാണ് നമ്മൾ മുന്നോട്ട് പോകേണ്ടതെന്നോ ഒന്നും നമുക്കൊരു ചിന്തയോ ഒന്നുമില്ലായിരുന്നു. കാരണം നമ്മൾ കുറച്ച് പേര് ഒന്നിച്ചു കൂടി ഹോമിയോപ്പതി സമൂഹത്തെ നമ്മുടെ കാര്യങ്ങൾ ജനങ്ങളിൽ എങ്ങനെ എത്തിക്കാം അതിനുള്ളൊരു ശ്രമമായിട്ടാണ് തുടങ്ങിയത്. കാരണം പല വിലക്കുകളും വന്നത് നമുക്ക് എല്ലാവർക്കും അറിയാം. കോവിഡ് എന്ന മഹാരോഗം വന്നപ്പോഴേ തന്നെ ഇനി ഈ ചികിത്സയൊന്നും വേണ്ട, ഞങ്ങൾ തന്നെ എല്ലാം ചികിത്സിച്ചോളാമെന്നും പറഞ്ഞ് നമ്മുടെ ഇവിടുത്തെ പ്രധാനികൾ വരികയും അതിൻ്റെ ഭാഗമായിട്ട് നമ്മളൊക്കെ അപ്രസക്തരാക്കുകയും ചെയ്തു. അപ്പോൾ ആ ഒരു കാലഘട്ടത്തിൽ നമ്മളെല്ലാവരും വളരെ ചിട്ടയോടുകൂടി നമ്മൾ നിലവിൽ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾക്ക് ഒരു പ്രവർത്തന മാന്ദ്യമോ അല്ലെങ്കിൽ തടസ്സം ഉണ്ടാകരുത്, അതിനുവേണ്ടിയുള്ള എല്ലാ ശ്രമങ്ങളും സംസ്ഥാന തലത്തിലും കേന്ദ്ര തലത്തിലും ഒക്കെ നോക്കിയിട്ടും വളരെ ബുദ്ധിമുട്ട് വന്നു. പക്ഷേ നമ്മൾ ഒരു ശക്തിയായിട്ട് മാറി അന്താരാഷ്ട്ര തലത്തിലുള്ള ആൾക്കാരെ എല്ലാം കൂടി ചേർത്തുകൊണ്ട് ഈ പ്രസ്ഥാനം വളർന്നു. നമ്മൾ ഒരിക്കലും ഒരു സംഘടനയ്ക്കും ബദലല്ല. നമ്മളുടെ ഉദ്ദേശം ഹോമിയോപ്പതി, നിങ്ങളൊക്കെ ഏത് സംഘടനയിൽ വർക്ക് ചെയ്താലും അതിനൊന്നും ഇവിടെ ആർക്കും ഒരു തടസ്സവുമില്ല. നമ്മുടെ ഒരൊറ്റ ലക്ഷ്യം ഇതേ ഉള്ളൂ, ഹോമിയോപ്പതിയെ എങ്ങനെ നമ്പർ 1 ആക്കാം, അതിന് എന്തൊക്കെ പ്രവർത്തനങ്ങൾ ചെയ്യാം, അതാണ് ഈ കൂട്ടായ്മയുടെ ലക്ഷ്യം. അതുപോലെ തന്നെ നമുക്കറിയാം സമൂഹത്തിൽ ഇപ്പോഴും ഹോമിയോപ്പതി മരുന്ന് ഉപയോഗിക്കാത്ത ഒത്തിരി ആൾക്കാരുണ്ട്. അവരിലോട്ട് ഹോമിയോപ്പതി അനുഭവങ്ങൾ പങ്കുവെച്ച് കഴിയുമ്പോഴും അവർ തിരിച്ച് നമ്മുടെ ഒരു ഹോമിയോപ്പതി സിസ്റ്റത്തിലോട്ട് അവർ വരും. അപ്പം അതിനുള്ള ശ്രമമാണ് IFPH നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതിൻ്റെ ഭാഗമായിട്ടാണ് നമ്മൾ ഈ വെബിനാറുകളൊക്കെ ഡോക്ടർമാരെ എഡ്യൂക്കേറ്റ് ചെയ്യുക മാത്രമല്ല നമ്മുടെ ലക്ഷ്യം, അത് ഇവിടുത്തെ പ്രധാനപ്പെട്ട സംഘടനകളൊക്കെ ചെയ്യുക, ഡോക്ടർമാരുടെ മാത്രമായ സംഘടനകളൊക്കെ ചെയ്യുന്നുണ്ട്. അതിനോടൊപ്പം തന്നെ വ്യത്യസ്ത തലത്തിലുള്ള അവതരണങ്ങളെല്ലാം ഈ വേദിയിൽ കൊണ്ടുവരികയും ഡോക്ടർമാരെ വ്യത്യസ്ത ലെവലുകളിൽ ചിന്തിക്കാനും കൂടുതൽ ഹോമിയോപ്പതി വളരാനുള്ള ശ്രമങ്ങൾ നടത്തുക എന്നുകൂടിയാണ് നമ്മുടെ ലക്ഷ്യം. ആ ലക്ഷ്യത്തിൽ എങ്ങനെ ഹോമിയോപ്പതി സ്നേഹികളെ, ഹോമിയോപ്പതിയുടെ അനുഭവ സമ്പത്തുള്ള ഈ രോഗികളെയാണ് നമ്മുടെ മുതൽക്കൂട്ട്. അവരുടെ അനുഭവങ്ങൾ അവർ പങ്കുവെക്കുമ്പോഴാണ് അത് സാധാരണക്കാരിൽ എത്തുന്നത്. അതുവഴിയാണ്
സാധാരണക്കാരൻ ഞാൻ ഉദ്ദേശിച്ചത് സാധാരണ എല്ലാ തലത്തിലുള്ള ആൾക്കാരും, അതായത് ആരോഗ്യപരമായിട്ടുള്ള കാര്യങ്ങളിൽ വളരെ അറിവുകളൊന്നും എല്ലാം എല്ലാ തലത്തിലും ഇല്ലാതെ, എന്നാൽ സാമ്പത്തികമായിട്ട് പിന്നോക്കം നിൽക്കുന്നവരല്ല, സാമ്പത്തികമായിട്ട് മുന്നോക്കം നിൽക്കുന്ന ആൾക്കാർക്കും ഒത്തിരി പരിമിതികളായ ചികിത്സകൾ കിട്ടുന്നത് അവരുടെ രോഗങ്ങൾ പോലും നമുക്ക് സിമ്പിളായിട്ട് മാറ്റാൻ പറ്റുന്നുള്ള സത്യം അവർ ഓർമ്മിപ്പിക്കുകയും അങ്ങനെ അനുഭവം സമ്പത്തുള്ള ഒത്തിരി പേര് നമ്മുടെ വേദിയിൽ വരികയൊക്കെ ചെയ്തിട്ടുണ്ട്. അതുവഴി ഈ അനുഭവങ്ങളൊക്കെ സാധാരണക്കാരിൽ എത്തുന്നുണ്ട്. അപ്പം ഇതിനു വേണ്ടി നമ്മൾ ഇന്ന് ഇങ്ങനെ ഒരു പരിപാടി നടത്തിയപ്പോൾ നമ്മുടെ കോട്ടയത്ത് നമ്മുടെ കൊച്ചിയിൽ വിവണ്ടയിൽ നടന്ന പരിപാടി ഏറ്റവും ഹോമിയോപ്പതി ചരിത്രത്തിലെ തന്നെ റെക്കോർഡായി മാറിയിരിക്കുകയാണ്. തുടക്കം മുതൽ നമ്മൾ ഒരു 15 മിനിറ്റോളം താമസം മാത്രമേ തുടങ്ങാനുണ്ടായുള്ളൂ. പക്ഷെ തുടങ്ങി കഴിഞ്ഞിട്ട് ഒരു തടസ്സവും ഇല്ലാതെ, അതായത് ആദ്യത്തെ സെഷൻ തീരുമ്പോഴേ ഏകദേശം 2 മണിയായി. അതുവരെ ഊണ് പോലും കഴിക്കാതെ ആൾക്കാർ അവിടെ ഇരിക്കുകയാണ്. കാരണം മാധ്യമങ്ങളുമായിട്ടുള്ളൊരു ചർച്ചയുണ്ടായിരുന്നു. ആ ചർച്ച ഏതാണ്ട് വലിയ നല്ലൊരു സ്പിരിറ്റഡ് ഡിബേറ്റായിട്ട് മാറി. രാഷ്ട്രീയ പാർട്ടികളെ പോലും അവര് ആശയപരമായിട്ടുള്ള സംഘടന നടത്തുന്നതിലും ഉപരി ഈ വളരെ ശക്തമായ മീഡിയക്കാരാണെങ്കിൽ അവർ വളരെ നല്ല രീതിയിൽ കാര്യങ്ങൾ ചോദിക്കുകയും അറിയാൻ ശ്രമിക്കുകയും അവരെ ബോധവൽക്കരിക്കാൻ നമ്മുടെ കൂടെയുള്ള ഡോക്ടർമാരും എന്തിനു പറയുന്നു, നമ്മുടെ DGO ഒക്കെ കഴിഞ്ഞ് ഹോമിയോപ്പതിക്ക് വന്ന ഗൈനക്കോളജിസ്റ്റായ ഡോക്ടർ റോയ് തോമസും റോയ് കെ ജെയിംസും ഒക്കെ വളരെ നല്ല വാദഗതികൾ അവരുടെ മുന്നിൽ അവതരിപ്പിച്ചു. ഡോക്ടർ യഹിയ ഡോക്ടറും അതുപോലെ ഡോക്ടർ ഷാജി കുടിയത്തുമായിരുന്നു അവർ മോഡറേറ്റർമാരായിട്ട്. അവരും നല്ല രീതിയിൽ കാര്യങ്ങൾ കൈകാര്യം ചെയ്തു. അപ്പം ഇതെല്ലാം മാധ്യമങ്ങളെ ബോധവൽക്കരിക്കുന്നതിന്, അവർക്കൊരു ക്ലാസ് കൊടുക്കുന്നതിന്, അവരുടെ ഒത്തിരി സംശയങ്ങൾ മാറ്റുന്നതിന് നമുക്ക് ഉതകി. ഇതിനു മുമ്പ് ഒരു ചരിത്രത്തിലും ഇങ്ങനെ ഒരു സംഭവം ഒരു സെമിനാറുകളിലും ഉണ്ടായിട്ടില്ല. ഇത് ശരിക്കൊരു സെമിനാറെന്ന് പറയാൻ ഇതൊരു ഹോമിയോപ്പതി കോൺക്ലേവ് തന്നെ ആയിരുന്നു. അപ്പം അന്താരാഷ്ട്ര തലത്തിലുള്ള ഡോക്ടർമാരെയൊക്കെ അത്ഭുതപ്പെടുത്തുന്ന രീതിയിലുള്ള സ്നേഹപ്രകടനങ്ങളായിരുന്നു നമ്മുടെ ഓരോ ഡോക്ടർമാരും അവർക്ക് നൽകിയത്. തിരിച്ച് അവരും അതുപോലെ തന്നെ സ്നേഹത്തോടു കൂടിയാണ്, വളരെ ബഹുമാനത്തോടു കൂടിയാണ് നമ്മളെല്ലാം കാണുന്നത്. അതുപോലെ തന്നെ നമ്മുടെ നോർത്ത് ഇന്ത്യയിൽ നിന്ന് വന്ന ഡോക്ടർമാർക്കൊക്കെ ശരിക്കും അവർ പറയുന്നത് കേരളത്തിലെ ഡോക്ടർമാർ ഒരിക്കലും മേലോട്ട് നോക്കി ഇങ്ങനെ മുഖം വെച്ചിരിക്കില്ല. അവരെല്ലാവരും താഴോട്ട് വിനീതരായിട്ടാണ് സംസാരിക്കുന്നത്. അത് ഒരാളുടെ കാര്യം, എൻ്റെ കാര്യമല്ല അവർ ഉദ്ദേശിച്ചത്. എല്ലാവരും ആ രീതിയിലുള്ള നല്ല സ്നേഹത്തോടുള്ള വേറെ പല സെമിനാറുകളിലും അവർ പോയിട്ടുണ്ട്. അവിടെയൊക്കെ ചെന്നാൽ എല്ലാവരും ഇങ്ങനെ പട്ടാളക്കാരിരിക്കുന്ന പോലെ അങ്ങ് ഇരിക്കും. പരസ്പരം വലിയ സംസാരം പോലും ഇല്ല. പക്ഷെ അതിനൊക്കെ വ്യത്യസ്തമായിട്ട് നല്ല ഒരു ഫാമിലി അറ്റ്മോസ്ഫിയറാണ് അവർക്ക് കിട്ടിയത്. അതുകൊണ്ട് തന്നെ ഇനിയും നിങ്ങൾ എപ്പോൾ വിളിച്ചാലും ഞങ്ങൾ എല്ലാവരും വരും. ഇന്ന് അവിടെ വന്നവരാരും തന്നെ നമ്മുടെ ചിലവിൽ വന്നവരല്ല. അവരെല്ലാം സ്വന്തം കയ്യിൽ നിന്ന് പൈസ മുടക്കി ഫ്ലൈറ്റ് പിടിച്ച് എന്തിനാ നമുക്ക് പേയ്മെൻറ്റ് വരെ നടത്തിയാണ് വന്നത്, ക്ലാസ് എടുക്കാൻ വന്നത്. ഇതുപോലെ ഒരു ചരിത്രത്തിൽ ഇങ്ങനെ ഉണ്ടായിട്ടില്ല. അപ്പം ബാക്കിയുള്ളവരുടെ എല്ലാവരും നമ്മൾ അങ്ങോട്ട് കാശ് കൊടുത്ത് റൂം ബുക്ക് ചെയ്ത് ഇതെല്ലാം ചെയ്താണ് വരുന്നത്. അപ്പം അത്രയ്ക്ക് നല്ല രീതിയിലാണ് IFBCനെ അവരെല്ലാം കാണുന്നത്. അതുകൊണ്ട് തന്നെ ഇന്നത്തെ നമ്മുടെ ഈ നമ്മളെ 5ാം വാർഷിക ആഘോഷം വളരെ ഗംഭീരമായിരുന്നു എന്ന് പറയുന്നതിൽ നമുക്ക് അഭിമാനമുണ്ട്, സന്തോഷമുണ്ട്. ഡോക്ടർ സോയായിപ്പിനൊക്കെ അവിടെ വന്നിരുന്നു. ഡോക്ടർ ഇബ്രാഹിം തംസപ്പ് പറയുകയുണ്ടായി. അതുകൊണ്ട് തന്നെ രാവിലെ 7:30 കഴിഞ്ഞ ഉടനെ തന്നെ നമ്മുടെ ഷീല അനിൽകുമാർ ഡോക്ടർ എത്തി. ഞാൻ ഇന്നലെ പറഞ്ഞിരുന്നു നമുക്കൊരു ചെറിയ സഹായം വേണം. അപ്പോൾ വളരെ നേരത്തെ തന്നെ അവിടെ വന്ന് ഫസ്റ്റ് ചാർജ് എടുത്ത് നമ്മുടെ പരിപാടികൾ ആദ്യം തന്നെ എല്ലാം രജിസ്ട്രേഷനും ഒക്കെ, അതുപോലെ നമ്മൾ വിളിച്ച എല്ലാ കുട്ടികളും എത്തി. അവരുടെയൊക്കെ മുഖത്ത് ശരിക്ക് നല്ല സന്തോഷം ഉണ്ടായിരുന്നു. അവർക്കൊക്കെ വലിയൊരു അനുഭവം തന്നെയാണെന്നാണ് അവർ നമ്മളെയൊക്കെ അറിയിച്ചത്. അപ്പം നമ്മൾ കുറച്ച് കുട്ടികൾക്ക് 22 കുട്ടികളെ സ്പോൺസർ ചെയ്യിക്കാനുള്ള ആൾക്കാരെയൊക്കെ സംഘടിപ്പിച്ചു. നമ്മൾ കുറച്ച് പേർക്ക് പേയ്മെൻറ്റും ഒക്കെ നടത്തിയാണ് അത് ചെയ്തത്. അതുകൂടാതെ പേ ചെയ്ത് വന്ന കുറേ 8-10 കുട്ടികളുണ്ട്. അങ്ങനെ എല്ലാം കൂടി ഒരു 30ഓളം കുട്ടികളും നമ്മുടെ പരിപാടിക്ക് പങ്കെടുത്തു. അത് തന്നെ നമ്മുടെ പരിപാടിയിലെ വളരെ നല്ലൊരു അട്രാക്ഷനായി. അവരെല്ലാം IFBHൻ്റെ എല്ലാ കാര്യങ്ങൾക്കും അവർ മുന്നിലുണ്ടായിരുന്നു. ഇനി ഏത് ആവശ്യത്തിനും നമ്മൾ വിളിച്ചാൽ അവർ വരും. അത്ര കണ്ട് അവർ നമ്മളെ ഇഷ്ടപ്പെടുന്നു. അതുകൊണ്ട് തന്നെ നമ്മളുടെ എല്ലാ പ്രവർത്തനങ്ങളും ഇനിയും വളരെ നല്ല രീതിയിൽ ഗംഭീരമായിട്ട് പോകും
ഇന്നിപ്പോൾ ഈ വേദിയിൽ വന്ന് IFBHന്റെ ആഘോഷത്തിൽ ഉദ്ഘാടനം ചെയ്ത സെയ്ദ് സാറും അതുപോലെ തന്നെ ഈ വേദിയിൽ നല്ല വാക്കുകൾ പറഞ്ഞ എല്ലാവർക്കും, അതുപോലെ മോഡറേറ്ററായി ഇന്നത്തെ കാര്യം ഗംഭീരമാക്കിയ മറിയാമ്മയുടെ പ്രത്യേകം നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുന്നു. നന്ദി, നമസ്കാരം. നന്ദി ധനേഷ് ഡോക്ടറെ. എന്തായാലും IFBHന്റെ 5ാം വാർഷിക ആഘോഷം നമ്മളും സൂമിൽ കൂടെയും ആഘോഷിക്കാൻ സാധിച്ചു. ഇതിൽ പങ്കെടുത്ത എല്ലാവർക്കും, അതേപോലെ ആദ്യമായി ഇതിൽ 2 വാക്ക് പറയാൻ സന്നദ്ധനായ എല്ലാവർക്കും പ്രത്യേകം നന്ദി അറിയിക്കുകയാണ്. ഇതിനോടൊപ്പം നമ്മുടെ ചെയർമാനായിരുന്ന സലീം കുമാർ ഡോക്ടർ നമുക്ക് മറക്കാൻ പറ്റത്തില്ല. അതുപോലെ ഞാൻ 1-2 പേരെങ്കിലും പറഞ്ഞില്ലെങ്കിൽ മര്യാദയാകുകയില്ല എന്നുള്ളത് കൊണ്ട് പറയുകയാണ്. നമ്മുടെ സെക്രട്ടറി കിരൺ, ഷാജി കുടിയാർ ഡോക്ടർ, അനിൽകുമാർ ഡോക്ടർ, മനോജ് ഡോക്ടർ, ജിത്തി മനോജ്, വളരെയധികം നമുക്ക് ഇതിന് നിർദ്ദേശങ്ങൾ നൽകിയിട്ടുള്ള ഒരു മാഡമാണ്. അതുപോലെ ബിന്ദുരാജ് ഡോക്ടർ, ദിനേഷ് ഡോക്ടർ, യഹ്യ ഡോക്ടർ, ഫിറോസ്, അൻസാർ ഡോക്ടർ, ഫരീദ് ബാവാഖാൻ സാറ്, അജിനി ഡോക്ടർ, അബ്ദുൽ സലാം സാറ്, ഷൈല ഡോക്ടർ എന്ന് വേണ്ട ഈ ഒരു ആഘോഷത്തിന് വേണ്ടി 3 മാസമായി വളരെയധികം ത്യാഗങ്ങൾ സഹിച്ച, എല്ലാവരെയും പറയാൻ പറ്റിയിട്ടില്ല എന്ന് എനിക്കറിയാം, ഷഫീഖ് ഡോക്ടർ, ഹ്യൂബർട്ട് ഡോക്ടർ, ഇവരെല്ലാവരും വളരെയധികം സഹകരണത്തോടെ പ്രവർത്തിച്ചതിൻ്റെ ഒരു ഫലമായിട്ടാണ് ഇന്നത്തെ നമ്മുടെ ഈ ആഘോഷ പരിപാടി ഇത്രയേറെ ഭംഗിയാക്കുവാൻ സാധിച്ചത്. ഇതിന് സഹായിച്ച ദൈവത്തിനും പ്രത്യേകം നന്ദി അറിയിക്കുകയാണ്. അങ്ങനെ നമ്മുടെ 1854 പ്രതിദിന സൂം വെബിനാർ ഇവിടെ ഭംഗിയായി അവസാനിക്കുകയാണ്. എല്ലാവർക്കും ശുഭരാത്രി. ഇതിന്റെ പുതിയ പ്രോജക്റ്റ് എല്ലാവർക്കും നിന്നിട്ട് പറഞ്ഞുകൊള്ളുന്നു. താങ്ക് യു. ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റ്.